പരിപാടി ആരംഭിക്കുകയാണ്. ഹാളിന് പുറത്തു നിൽക്കുന്ന എല്ലാ ആളുകളും ഹാളിനുള്ളിലേക്ക് കയറിയിരിക്കണമെന്ന് വിനയപുരസ്സരം അപേക്ഷിക്കുന്നു. ആദരണീയരായ ശ്രീമതി മല്ലിക സുകുമാരൻ, പൂജ്യപാദനായ ഹരിഹരാനന്ദ സ്വാമിജി, ചെങ്കൽ എസ് രാജശേഖരൻ നായർ, കെ രാമൻപിള്ള, സ്വാമി രാജവൈദ്യൻ മോഹൻലാൽ, ശ്രീ ജി സുരേഷ് കുമാർ, ശ്രീ ആയർനാട് സുഗതൻ, ശ്രീ വെങ്ങാനൂർ ഗോപകുമാർ, ശ്രീ കുര്യാത്തി പരമേശ്വരൻ, ശ്രീമതി സോണിയ മൽഹാർ എന്നിവരെ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീമതി മല്ലിക സുകുമാരൻ, പൂജ്യപാദനായ ഹരിഹരാനന്ദ സ്വാമിജി, കെ രാമൻപിള്ള, സ്വാമി രാജവൈദ്യൻ മോഹൻലാൽ, ആയർനാട് സുഗതൻ, വെങ്ങാനൂർ ഗോപകുമാർ, കുര്യാത്തി പരമേശ്വരൻ. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ശ്രീമതി പ്രമീള മോഹൻലാലിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈശ്വര പ്രാർത്ഥന സമയത്ത് അവരവരുടെ കസേരകളിൽ ഇരുന്നാൽ മതിയാവും. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിധിതേ കാലേ സംപ്രാപ്തേ സന്നിധിതേ കാലേ നഹി നഹി രക്ഷതി ദുഷ്കൃൻ കരണേ നഹി നഹി രക്ഷതി ദുഷ്കൃൻ കരണേ ഭജ ഗോവിന്ദം. അദ്വൈത ദർശനത്തിൻ്റെ അമൃതയത്ത് ലോകം മുഴുവൻ പകർന്നു കൊടുത്ത ശ്രീ ശങ്കരാചാര്യരുടെ ജന്മദിനമാണെന്ന്. അതുകൊണ്ട് തന്നെ ആചാര്യ സ്വാമികളുടെ സ്മരണകൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഗുരുവന്ദനത്തോടെ നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. ഗുരുവന്ദനം നടത്തുന്നതിന് വിനോദിനെ ക്ഷണിക്കുകയാണ്. കാലടി ബോധാനന്ദ ആശ്രമത്തിലെ ഹരിഹരാനന്ദ സ്വാമിജിയുടെ പാദപൂജ ചെയ്തുകൊണ്ട് ഗുരുവന്ദനം. जय जय हो शंकरा आदिदेव शंकरा तेरे जाप के बिना चले ये सांस किस तरह मेरा कर्म तू ही जान क्या बुरा है क्या भला तेरे रास्ते पे मैं तो आंख मूंद के चला तेरे नाम की ज्योत ने सारा लिया तमस मेरा. ധന്യമായ ഈ വേദിക്ക് സ്വാഗതം ആശംസിക്കാൻ അരുൺ എ കെ എന്നെ ക്ഷണിക്കുന്നു. ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ ട്രഷറാണ് അദ്ദേഹം. ഹിന്ദുധർമ്മ പരിഷത്തും മലയാളം ന്യൂസ് നെറ്റ്വർക്കും ചേർന്ന് നടത്തുന്ന ഈ സംരംഭം സ്വാമി ശ്രീ ശങ്കരൻ്റെ ജയന്തിയാണ്. ജയന്തിയോടനുബന്ധിച്ച് ഇന്നലെ ആയിരുന്നുവെങ്കിലും ഇന്നാണ് നമ്മൾ ഈ ജയന്തി ആഘോഷങ്ങൾ ഇവിടെ നടത്തുന്നത്. ആരാണ് ശങ്കരൻ? ഐതിഹ്യങ്ങളുടെ നിഗൂഢ മാധുര്യമാണ് ശ്രീ ശങ്കരൻ. യുഗപര്യന്തങ്ങളാൽ അസാധ്യമായ എന്തിനേയും അയത്ന ലളിതമായി സാധിച്ച 32 വയസ്സിൻ്റെ ഹ്രസ്വവയസ്സ്. 8-ാം വയസ്സിൽ നീ ആരാണ് എന്ന ചോദ്യത്തിന് ശിവോഹം ശിവോഹം എന്ന മറുപടി കണ്ടെത്തിയ ധന്യാത്മാവ്. ചിദാനന്ദ സ്വരൂപനായ ശിവനാണ് താനെന്ന തിരിച്ചറിവിൻ്റെ ആൾരൂപമാണ് ശ്രീശങ്കരൻ. നിർവാണ ശതകത്തിൽ തുടങ്ങി 16 വയസ്സുള്ള കാലയളവിൽ 300ഓളം അമൂല്യകൃതികൾ, ഗീതയ്ക്കും ഉപനിഷത്തിനും ബ്രഹ്മസൂത്രത്തിനും ഭാഷ്യങ്ങൾ, അനേകം ശതകങ്ങൾ, അഷ്ടകങ്ങൾ, പഞ്ചകങ്ങൾ, വാഗ്ദേവതയുടെ ശക്തിയാലും സൗന്ദര്യത്താലും ലഹരി പൂണ്ട സ്തോത്രങ്ങൾ. ഭാരതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം
ഇരുളടഞ്ഞ വഴികളിലൂടെ അദ്വൈത മന്ത്രം ജപിച്ചുകൊണ്ട് രണ്ടല്ല ഒന്നാണ് സത്യം എന്ന തിരിച്ചറിവിലൂടെ എത്രയെത്ര പര്യടനങ്ങൾ. ഇംഗ്ലീഷുകാർക്ക് മുമ്പ് ഇന്ത്യയുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയായിരുന്നു അത്. കുലഭ്രഷ്ടനാക്കപ്പെട്ട 8 വയസ്സുകാരൻ ചണ്ടാള പാദങ്ങളിൽ വീണ് നമസ്കരിക്കുമ്പോൾ ജാതി ഭേദമില്ലാത്ത ശിവചൈതന്യമാണ് താനെന്ന സത്യം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ജഗത് ഗുരു യാത്രയുടെ തുടക്കമായിരുന്നു അത്. ഇത്തരത്തിലുള്ള ശ്രീ ശങ്കരന്റെ ജന്മജയന്തിയാണ് നമ്മളിന്നിവിടെ ആഘോഷിക്കുന്നത്. ഈ ധന്യമായ ചടങ്ങിലേക്ക് എത്തപ്പെട്ട ഞങ്ങൾ സ്വീകരിച്ച് ആനയിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീമാൻ എസ് ചെങ്കൽ ശ്രീ രാജശേഖരൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അദ്ദേഹം ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ചെയർമാനും ജനം ടിവിയുടെ MDയുമാണ്. അനുഗ്രഹ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിയിരിക്കുന്ന സ്വാമി ബോധാനന്ദാശ്രമത്തിലെ ഹരിഹരാനന്ദ സ്വാമിജികളെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. മുഖ്യ അതിഥി നമ്മുടെ ശ്രീ കെ രാമൻപിള്ള ചേട്ടനാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീമതി മല്ലിക സുകുമാരൻ 50 വർഷത്തോളമായി സിനിമാ രംഗത്ത് അഭിനയ ജീവിതത്തിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ്. മാഡത്തിനെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വാമി ശ്രീ രാജവൈദ്യൻ മോഹൻലാൽ, അദ്ദേഹം കുമാരപുരത്തിന് അടുത്ത് സ്വന്തമായ ഒരു ആയുർവേദ ക്ലിനിക്ക് കൂടെ നടത്തുന്നു. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആര്യനാട് സുഗതൻ, നമ്മുടെ സഹപ്രവർത്തകൻ കൂടിയായ ശ്രീ ആര്യനാട് സുഗതൻ ചേട്ടൻ ചലച്ചിത്ര രംഗത്തും സീരിയൽ രംഗങ്ങളിലും പ്രമുഖ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവനന്തപുരത്തിന്റെ വികസന മുദ്രയായി തീരുവാനുള്ള വിഴിഞ്ഞം കടലോരത്ത് ഉണ്ടായിട്ടുള്ള തുറമുഖത്തിന്റെ സമര നായകൻ കൂടിയായ നമ്മുടെ വെങ്ങാനൂർ ഗോപൻ ചേട്ടൻ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാടകകൃത്ത് ശ്രീ കുര്യാത്തി പരമേശ്വരൻ സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനെല്ലാം ഉപരിയായി ഇവിടെ ഇവിടെ AK വേണുഗോപാൽ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാർ വേദിയിലിരിക്കുക. സാറിനെയും സാറ് നമുക്കെല്ലാവർക്കും അറിയാം, പ്രശസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനും കൂടാണ്ട് ഒരു അഭിനേതാവ് കൂടെയാണ്. അദ്ദേഹത്തെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇതിൽ നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീമാൻ സരിൻ ശിവനുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടി നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുകയും ഇതിനു വേണ്ട പ്രോത്സാഹനങ്ങളെല്ലാം തരുവാനും വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന മീഡിയ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി നമ്മുടെ മലയാളം നെറ്റ്വർക്ക് ന്യൂസ് അതിൻ്റെ പിന്നണിക്കാരെയും രാജേന്ദ്രൻ ചേട്ടൻ ഇവിടെ ഇതിൻ്റെ അവതരണം അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തെയും കൂടാണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിർത്തുന്നു. നന്ദി, നമസ്തേ. മലയാള ചലച്ചിത്ര രംഗത്ത് നിറഞ്ഞ 50 വർഷം ശ്രീമതി മല്ലിക സുകുമാരൻ, ഒരു കുടുംബം മുഴുവൻ മലയാള സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ശ്രീമതി മല്ലിക സുകുമാരൻ്റെ കുടുംബം. നമുക്കറിയാം, 2 ആൺമക്കളും ഒക്കെ ഇന്ന് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് ധന്യമായ ഈ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി മല്ലിക സുകുമാരനാണ്. വളരെ ആദരവോടെ നിറഞ്ഞ മനസ്സോടെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാന്യനായ രാമൻപിള്ള സാർ, ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന സ്വാമിജി അടക്കം എനിക്ക് ഒരു സഹോദരനെ പോലെ എന്നെ എപ്പോഴും എന്തിനും വിളിക്കുന്ന സുഗതൻ സാറടക്കം വിശിഷ്ട വ്യക്തികളാണ് വേദിയിൽ. മുമ്പിലിരിക്കുന്നവരെല്ലാം മാധ്യമ സുഹൃത്തുക്കളും ക്ഷണിതാക്കളും ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഒരുപാട് നാളുകൾക്ക് മുമ്പ്, ഇപ്പോഴാണ് രാമൻപിള്ള സാറിനെ അധികം കാണാത്തത്, സുഗതൻ ജീവിച്ചിരുന്ന സമയത്ത് പലപ്പോഴും മാരാർ സാറ്, രാമൻപിള്ള സാറ്, PP മുകുന്ദരട്ടൻ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തു കാണുകയും അതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ സാറിനെ കണ്ടാൽ പറയായിരുന്നു, ഒരുപാട് നാളായി കണ്ടിട്ട് സാറിനെ എന്ന് പറയായിരുന്നു. ഈ ശ്രീ ശങ്കര ജയന്തി ആഘോഷവേളയിൽ എന്നെ വിളിച്ചു. ഇനിയിപ്പോൾ ഒരു
50-ാം വർഷം ഒന്നും അനുസ്മരിച്ചാലും ഇല്ലെങ്കിലും അതൊന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കടന്നുപോയ ചില കാര്യങ്ങളാണ്. ഈ പറഞ്ഞതുപോലെ എന്നോട് സ്നേഹമുള്ള, എന്നെ ഒരു അമ്മയെപ്പോലെയും ചേച്ചിയെപ്പോലെയും ഒക്കെ കരുതുന്ന കുറച്ച് മാധ്യമ സുഹൃത്തുക്കളാണ് ആദ്യം എന്നോട് ഓർമ്മപ്പെടുത്തുന്നത്, ചേച്ചി 50 വർഷമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, അയ്യോ 50 വർഷമായോ ഞാനെന്ന് എന്നുള്ളത്. അങ്ങനെ അവരെല്ലാവരും കൂടെ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഒരു ആഘോഷം നടത്തി. എങ്കിൽ പലരും നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അതിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞ് മുഴുവനും മാധ്യമങ്ങളും ചാനലുമാണ് അതിനകത്ത്. അത് നടത്തി. പക്ഷേ അതാരോ പറഞ്ഞതുപോലെ ഒരു വലിയ ഐശ്വര്യമുള്ളൊരു തുടക്കമായിരുന്നു. ഇന്നലെ ഇവിടുത്തെ ഒരു ബഹുമാന്യനായ മന്ത്രി എനിക്ക് വീണ്ടും വർക്കല വെച്ച് ഇതുപോലെ ഒരു 50-ാം വർഷത്തിൻ്റെ ഡോക്ടർ MS സുബ്ബലക്ഷ്മി അവാർഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല തുടക്കമായിരുന്നു സാർ, ഇതിപ്പോൾ ഒരു 10-35 സ്വീകരണവും 10-35 മെമൻറ്റോയും ആയി എന്ന് ഞാൻ പറഞ്ഞു. ഏതായാലും അതൊരു ഭാഗത്തിരിക്കട്ടെ. ഇതുപോലെയുള്ള ചടങ്ങുകളിൽ വരാനായിട്ട് പണ്ടും ഇന്നും ഇനി എന്നും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എപ്പോഴും പറയും. കാരണം ഈ ചരിത്രങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുമുണ്ട്. ആദിശങ്കരൻ്റെ കാര്യങ്ങളും എല്ലാം പലരും പറഞ്ഞും കേട്ടും അറിഞ്ഞത് കൂടാതെ കുറച്ചൊരു പ്രായമായതിനു ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചൈതന്യവത്തായ കാര്യങ്ങളെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും അറിയുന്നത്. ഒരുപാട് സന്തോഷം. ഞാനെപ്പോഴും പറയും, പണ്ട് സിനിമ അഭിനയിക്കുന്ന കാലത്തും ഓരോരോ പുരാണ പടങ്ങൾ വരുമ്പോൾ അന്നൊക്കെ ഞങ്ങൾക്കൊരു വേഷം കാണും തീർച്ചയായിട്ടും. കാരണം അത് അങ്ങനെയുള്ള പടങ്ങളിൽ മലയാള ഭാഷ ശുദ്ധമായിട്ട് സംസാരിക്കുന്നവർ വേണമെന്ന് ഈ പറഞ്ഞ പോലെ സംവിധായകർക്ക് നിർബന്ധമുണ്ട്. ഇപ്പോൾ അതൊന്നും വേണ്ട, എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഡബ് ചെയ്ത് വിട്ടാൽ മതി. അന്ന് അതങ്ങനെയല്ല, സൗണ്ട് നേരിട്ടെടുക്കുകയാണ്. ഇതുപോലെ ഡബ്ബിംഗ് പരിപാടിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ സെറ്റിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ മലയാള ഭാഷ ഉച്ചാരണ ശുദ്ധിയോടെ നന്നായിട്ട് സംസാരിക്കുക എന്നുള്ള നിർബന്ധമായിരുന്നു. അങ്ങനെ പി. ഭാസ്കരൻ മാഷ് എന്നെ ഒരിക്കൽ വിളിച്ചു. ഇതുപോലൊരു ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചു. ജീവചരിത്രത്തിൻ്റെ ഒരു ഭാഗമെന്ന് വേണേൽ പറയാം അദ്ദേഹത്തിൻ്റെ. അങ്ങനെയെല്ലാം സംഭവിച്ച എൻ്റെ ജീവിതത്തിൽ അവസാനം ഇങ്ങനെ ഒരു ജയന്തി ആഘോഷത്തിന് വരാനൊരു ഭാഗ്യം കിട്ടിയത്, അതും ഈ പ്രായത്തിൽ 50 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരൊക്കെ ചരിത്ര പുരുഷന്മാർ തന്നെയാണ്. കാരണം ഇവരുടെയൊക്കെ ചരിത്രം പഠിക്കണം. അത് പഠിക്കാൻ ഇന്നത്തെ തലമുറ മെനക്കെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അപ്പോൾ എല്ലാവരും പറയും പണ്ട് മറ്റേ ഇടതാണ് സുകുമാരൻ, ഇടതുപക്ഷമാണ് മറ്റേ, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഒക്കെ ശരിയായിരിക്കാം, പക്ഷേ അത് തെറ്റായിരിക്കാം. എൻ്റെ വീട്ടിലെ ഇല്ലാത്ത പുസ്തകങ്ങളില്ല. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വിവരം ഉണ്ടെന്ന് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അച്ഛനുണ്ടാക്കി കൊടുത്ത ലൈബ്രറിയിലിരുന്ന് വെക്കേഷന് വായിക്കുന്ന പുസ്തകങ്ങളുടെ ആ ഒരു പേജുകളിൽ നിന്നും കിട്ടുന്ന അറിവാണ്. എല്ലാ മഹാന്മാരുടെയും ചരിത്രങ്ങളും പുസ്തകങ്ങൾ വായിച്ചവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാതെ കഥകളും വായിക്കാറുണ്ട്. നല്ല പുസ്തകമാണ് എന്ന് അച്ഛൻ സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്ന പുസ്തകങ്ങളെല്ലാം ഇന്ദിരയത്തും പൃഥ്വിരാജും വായിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു ഭാഷാജ്ഞാനം ഇന്ന് അവർക്കുണ്ട്. അതെനിക്ക് സന്തോഷത്തോടും അഭിമാനത്തോടും സ്നേഹത്തോടും ഞാൻ പറയുകയാണ്. അല്ലാതെ അവരിൽ നിന്ന് സ്വയം ഉണ്ടായ ഒരു കഴിവ് മാത്രമല്ല, തീർച്ചയായിട്ടും അതുണ്ടാകും. പക്ഷേ എങ്കിലും അതിൻ്റെ പിന്നിൽ എൻ്റെ സുഖേട്ടൻ്റെ ഒരു കാര്യമായ പങ്കുണ്ടത്. കാരണം എനിക്കൊക്കെ നമുക്കൊക്കെ അന്ന് അമ്മ എന്ന് പറയുന്നത് ട്യൂഷൻ സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്തോ പിറ്റേ ദിവസം പോകാനുള്ള ഇത്രയേ ഉള്ളൂ. ബാക്കി ഒരു എക്സ്ട്രാ നോളജ് അല്ലെ ജനറൽ നോളജ് എന്ന് പറയുന്നതൊക്കെ അച്ഛനിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ സുഗതൻ സാറിനോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. കാരണം എന്തെങ്കിലും നമ്മളൊക്കെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ ഇന്നത്തെ കാലത്ത് പല വ്യാഖ്യാനങ്ങളാണ്. എന്ത് വ്യാഖ്യാനിച്ചാലും പ്രശ്നമില്ലാത്ത ആളാണ് ഞാനെന്ന് എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം. എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും അത് വേറെ കാര്യം. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുഗതൻ സാർ ഈയിടെ 2-3 പരിപാടികൾക്ക് ക്ഷണിച്ചു. അവിടെ എല്ലാം എൻ്റെ ഈ ഒരു സീനിയോറിറ്റിയും എനിക്ക് നിങ്ങളോടൊക്കെയുള്ള ഒരു സഹകരണ മനോഭാവവുമൊക്കെ രാമപിള്ള സാർ അടക്കമുള്ളവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്നെ ഓർത്തല്ലോ, ഇത്രയും വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓർത്തല്ലോ, വിളിച്ചല്ലോ എന്ന് തോന്നി. ഞാനൊരു നീണ്ട പ്രസംഗത്തിന് ഞാനിവിടെ ആളല്ല. കാരണം രാമപിള്ള സാറിൻ്റെയൊക്കെ പ്രസംഗം നമുക്ക് കേട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട്. സ്വാമിജി ഇരിക്കുന്ന എല്ലാവരും ഉണ്ട്. ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ഒരു കർമ്മമാണ് എന്നിൽ അർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു വലിയ മഹാൻ്റെ ജയന്തി ആഘോഷങ്ങളുടെ ഈ ഒരു സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് കിട്ടിയ ഈ അവസരം എല്ലാവിധ പ്രാർത്ഥനയോടും
നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും ഞാൻ ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അനുഗ്രഹ പ്രഭാഷണത്തിനായി ബോധാനന്ദാശ്രമം മഠാധിപതി പൂജ്യപാദനായ ഹരിഹരാനന്ദ സ്വാമിജിയെ ക്ഷണിക്കുന്നു. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ബഹുമാനപ്പെട്ട അധ്യക്ഷനും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മഹാത്മാക്കൾക്കും എൻ്റെ പ്രണാമം. ശങ്കര ജയന്തി ആഘോഷിക്കാനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. ശങ്കര ജയന്തിയുടെ ദിവസം ഇന്നലെയായിരുന്നു. വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ ശുക്ലപക്ഷത്തിൽ പഞ്ചമി തിഥിയിലാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത്. ശങ്കര ഭഗവത്പാദർ കാലടിയിൽ, എറണാകുളം ജില്ലയിൽ കാലടി എന്ന ഗ്രാമത്തിൽ കൈപ്പള്ളി ഇല്ലത്ത്, കൈപ്പള്ളി എന്ന് പറഞ്ഞ ഇല്ലത്ത് ഒരാളിവിടെ ഉണ്ട്, പരിചയപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ അറിയാത്തവർ കാണാം, ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും അത് കാണാമായിരുന്നു. അതാ രാമൻ ഭട്ടതിരിപ്പാട്, സാക്ഷാൽ ശങ്കരാചാര്യരുടെ കുടുംബാംഗമാണ് അദ്ദേഹം. എന്തോ പൂർവ്വജന്മ പുണ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒന്ന് ജനിക്കാനുള്ള ഭാഗ്യം ഉണ്ടായ ആളാണ്. നമസ്കാരം. അപ്പോൾ എല്ലാവരും കണ്ടോളൂ, ശങ്കരാചാര്യരുടെ കുടുംബത്തിൽ ഒരാൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈ ശ്ലോകം വളരെ പ്രധാനമാണ്. കാരണം സാക്ഷാൽ ശങ്കരൻ, സാക്ഷാൽ പരമേശ്വരൻ തന്നെ ആ ശങ്കരാചാര്യരായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. കേശവം ബാദരായണം, സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് വേദവ്യാസ ഭഗവാനായിട്ടും അവതരിച്ചത്. ബാദരായണൻ ബദരിയാശ്രമത്തിൽ താമസിച്ചതുകൊണ്ട് ബാദരായണൻ എന്നുള്ള പേര് വന്നു. പാരാശര്യൻ, പരാശര മഹർഷിയുടെ പുത്രനായതുകൊണ്ട് പാരാശര്യൻ എന്ന് പറയും. സത്യവതീ പുത്രനായതുകൊണ്ട് സത്യവതീ സുതൻ എന്ന് പറയും. കൃഷ്ണൻ എന്നായിരുന്നു പേര്. കൃഷ്ണദ്വൈപായനൻ, ദ്വീപിൽ വസിച്ചുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പേരുകളാണ് പുരാണത്തിൽ. അദ്ദേഹമാണ് ബ്രഹ്മസൂത്രം രചിച്ചത്. വേദവ്യാസ മഹർഷിയാണ് നമ്മുടെ പരമഗുരു. കാരണം വേദങ്ങളെ വ്യസിച്ചു, 18 പുരാണങ്ങൾ എഴുതി, മഹാഭാരതം എന്ന 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള ഒരു മഹാലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥം എഴുതി. അത് കഴിഞ്ഞ് ബ്രഹ്മസൂത്രം എഴുതി, 18 പുരാണങ്ങളും ഒക്കെ എഴുതിയിട്ട് നമ്മളെ അനുഗ്രഹിച്ച വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നാണ് അദ്ദേഹത്തിൻ്റെയാണ് വേദാന്ത ശാസ്ത്രത്തിൻ്റെ പ്രമാണഗ്രന്ഥമായിട്ടുള്ള എന്താ പറയുക ബ്രഹ്മസൂത്രം. ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതിയ ആളാണ് ശങ്കരാചാര്യർ. ഭാഷ്യം എന്ന് പറഞ്ഞാൽ ഓരോ വാക്കുകൾക്കും വിശദമായിട്ടുള്ള വിശദീകരണം കൊടുത്തുകൊണ്ടാണ് ഭാഷ്യം. അങ്ങനെ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതിയ ശങ്കരാചാര്യർ സാക്ഷാൽ ശങ്കരനും, ബ്രഹ്മസൂത്രം എഴുതിയുള്ള വേദവ്യാസ മഹർഷി സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അങ്ങനെ അവർ അവതരിച്ചതാണ് ഇവിടെ. അവതാരത്തെ ജന്മകർമ്മങ്ങൾ, ഭഗവാന്റെ ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതാ ഗീതയിൽ ഭഗവാൻ പറയും. എൻ്റെ ജന്മകർമ്മങ്ങൾ സാധാരണ നമ്മളൊക്കെ കർമ്മബന്ധത്തിൽ കുടുങ്ങി ജനിച്ചും മരിച്ചും പോയി കൊണ്ടിരിക്കുക, നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ ഭഗവാൻ സ്വന്തം ഇച്ഛയ്ക്ക് സംഭവാമ്യാത്മമായ സ്വീകരിച്ച് സ്വയം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം അതിൽ നമുക്ക് നമുക്കത് പൂർണ്ണബോധ്യമാണ്. കാരണം ഋഷി പരമ്പരകളാണ് അത് പറയുന്നത്. കാരണം സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണം വേദമാണ്. വേദത്തിലാണ് ധർമ്മത്തിൻ്റെ, വേദോകിലോ ധർമ്മമൂലം, ധർമ്മത്തിൻ്റെ മൂലം വേദത്തിലാണ്. അപ്പോൾ ആ വേദത്തിന് പ്രചാരം
വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് കാലം കൊണ്ട് അതിങ്ങനെ സകാലേ നേഹമഹത യോഗോ നഷ്ടപരം തപ എന്ന് ഭഗവാൻ ഗീതയിൽ പറയും. കാലം കൊണ്ട് ഇതെല്ലാം അങ്ങനെ ക്ഷയിച്ചു വരും. കാരണം മനുഷ്യൻ്റെ ബുദ്ധി പല വഴിക്ക് പോയി, പലതരം വ്യാഖ്യാനങ്ങളുണ്ടായി, ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ യഥാർത്ഥ സത്ത അറിയില്ല. അങ്ങനെ വരുമ്പോൾ ഭഗവാൻ തന്നെ ധർമ്മത്തെ രക്ഷിക്കാനായിട്ട് ഏതെങ്കിലും രൂപത്തിൽ അവതരിക്കും. അങ്ങനെ അവതാരം കൊണ്ട ഭഗവാൻ തന്നെയാണ് സാക്ഷാൽ ശങ്കരാചാര്യർ, സംശയമില്ല. കാരണം ശിവഗുരു അച്ഛൻ, ശിവഗുരു അമ്മ ആര്യ അന്തർജനം കാലടിയിൽ കൈപ്പള്ളി ഇല്ലത്ത് അവർക്ക് സന്തതി ഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ അവർ ഭഗവാനെ ഭജിച്ചു എന്നാണ് കഥ. ശങ്കരാചാര്യ ജീവചരിത്രം നമുക്ക് ഇതിഹാസ രൂപത്തിലേക്ക് കിട്ടിയിട്ടുള്ളൂ. ശരിക്ക് അത് എഴുതിയതൊക്കെ ആ പരമ്പരയിലുള്ള ആളുകളാണ്, ശിഷ്യ പരമ്പരയിലുള്ള ആളുകളായതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ശങ്കരാചാര്യർ സാക്ഷാൽ ഭഗവാനാണ്. അവർ മനുഷ്യഭാവം കണ്ടിട്ടേ ഇല്ല അവിടെ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിഹാസ രൂപത്തിലാണ് എല്ലാം കറക്കുന്നത്. അങ്ങനെ അവർക്ക് ഭജനം തൃശ്ശൂപ്പേരൂർ ശിവക്ഷേത്രത്തിൽ വടക്കുംനാഥനെ ഭജിച്ചിട്ടുണ്ടായ ഉണ്ണിയാണ് ശങ്കരാചാര്യർ. അവർക്ക് സ്വപ്നദർശനം ഉണ്ടായി എന്നും ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായിട്ട് അവതരിക്കും എന്നും സ്വപ്നദർശനം ഉണ്ടായി. അതുപ്രകാരം അവതരിച്ചതാണ് ശങ്കരാചാര്യ സ്വാമികൾ എന്നും. വളരെ കുട്ടിക്കാലത്തെ, വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചുപോയി. അത് കഴിഞ്ഞ് അമ്മ വളരെ വിഷമിച്ചാണ്, മകനും കൂടിയിട്ടാണ് ഇവിടെ കഴിഞ്ഞു പോയത്. 8 വയസ്സായപ്പോഴേ അദ്ദേഹം സന്യസിച്ച് പോയി. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയി സന്യസിച്ചിൽ ഇവിടെ നിന്ന് വിട്ടുപോയി. 8 വയസ്സായപ്പോഴേക്കും എല്ലാ ധർമ്മശാസ്ത്രങ്ങളും, വേദങ്ങളും ശാസ്ത്രങ്ങളും, എന്താ പറയുക, വേദാംഗങ്ങളും എല്ലാ ഉപവേദങ്ങളെല്ലാം ഹൃദിസ്ഥമായിരുന്നു. ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല അദ്ദേഹം. അങ്ങനെയായിരുന്നു അദ്ദേഹം. അത്ര സിദ്ധി ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം 8 വയസ്സിൽ കേരളത്തിൽ നിന്ന് പോയതാണ്. പിന്നീട് അമ്മ മരിക്കുമ്പോഴാണ് ഇവിടെ വരുന്നത്. 8 വയസ്സിൽ പോയിട്ട് നർമ്മദാ തീരത്ത് ഗുരു ഗോവിന്ദപാദരുടെ ശിഷ്യനായിട്ടാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നു എങ്കിലും ലോകരീതിക്കനുസരിച്ച് അധ്യാത്മവിദ്യയ്ക്ക് ഒരു ഗുരു വേണം, ദീക്ഷ വേണം. അപ്പോൾ അതിന് പറ്റിയൊരു ഗുരുവിനെ അന്വേഷിച്ച് അദ്ദേഹം നടന്നു നോക്കി എവിടെയും ആരെയും തൃപ്തിപ്പെടുന്നില്ല അദ്ദേഹത്തിന്. കാരണം വേണ്ടത്ര ഒരു പൂർണ്ണത ആരിലും കാണുന്നില്ല. അപ്പോഴാണ് നർമ്മദാ നദിയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെയുള്ള കുറേ ബ്രഹ്മചാരികൾ അവരുടെ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു കേട്ടത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു ഇദ്ദേഹം നേരെ ആ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി ആ ഗുഹയിലിരിക്കുന്ന ഗോവിന്ദ ഗുരുപാദരെ നമസ്കരിച്ചു എന്നാണ്. ഗോവിന്ദ ഗുരുപാദരൻ സമാധിയിലിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശങ്കരാചാര്യർ പോയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോൾ ചോദിച്ചു, കസ്ത്വം, നീ ആരാണെന്ന് ചോദിച്ചു. അങ്ങ് ആരാണ്? അപ്പോൾ അവിടെയാണ് ശങ്കരാചാര്യർ 10 ശ്ലോകങ്ങളുണ്ട്. ഞാൻ ഭൂമിയല്ല, ജലമല്ല, ആകാശമല്ല, വായു അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചഭൂതങ്ങളല്ല, പഞ്ചേന്ദ്രിയങ്ങളല്ല, പഞ്ചകന്മാത്രകളല്ല, പ്രാണനല്ല, ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഞാൻ സച്ചിദാനന്ദ ബ്രഹ്മം ആത്മസ്വരൂപമാണ് ഞാൻ എന്നുള്ള ആ അർത്ഥം വരുന്ന ശ്ലോകങ്ങൾ. സാധാരണ ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നീ ആരാണോ ചോദിച്ചാൽ നമ്മുടെ വീട്ടുപേര് പറയും, അച്ഛൻ്റെ പേര് പറയും, അമ്മയുടെ പേര് പറയും, അല്ലെങ്കിൽ ജോലി പറയും. പക്ഷേ ഇതല്ല സത്യം. നമ്മുടെ യഥാർത്ഥ സ്വരൂപം നമ്മുടെ സച്ചിദാനന്ദ ബ്രഹ്മമാണ്, ആത്മസ്വരൂപമാണ്. ഇപ്പോൾ ഗുരുവിന് മനസ്സിലായി യഥാർത്ഥ ശിഷ്യനാണ്. ഈ നമ്മുടെ ഈ സനാതനധർമ്മം ശിഷ്യപ്രശിഷ്യ പരമ്പരയിൽ ഋഷി പരമ്പരയാണ് അതിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു ശ്ലോകം തന്നെയുണ്ട്, അതിനൊരു വന്ദന ശ്ലോകം തന്നെയുണ്ട്. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തൽപുത്ര പരാശരം ച വ്യാസം ശുഖം, ഇങ്ങനെ പറഞ്ഞിട്ട്, അതായത് സാക്ഷാൽ ഭഗവാൻ പത്മനാഭസ്വാമിയുടെ അവിടുന്ന് തുടങ്ങിയത് സാക്ഷാൽ നാരായണൻ എന്ന് ആരംഭിച്ച ഈ ബ്രഹ്മവിദ്യ അദ്ദേഹം അത് ബ്രഹ്മാവിന് ഉപദേശിച്ചു. തൻ്റെ നാഭീകമലത്തിൽ ഉണ്ടായിട്ടുള്ള ബ്രഹ്മദേവന് ഉപദേശിച്ചു. ബ്രഹ്മദേവൻ തൻ്റെ പുത്രനായിട്ടുള്ള വസിഷ്ഠ മഹർഷിക്ക് ഉപദേശിച്ചു. വസിഷ്ഠ മഹർഷി അദ്ദേഹത്തിൻ്റെ പുത്രനായുള്ള ശക്തി എന്ന ഋഷിക്ക് ഉപദേശിച്ചു. ശക്തി അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള പരാശര മഹർഷിക്ക് ഉപദേശിച്ചു. പരാശര മഹർഷി അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള വ്യാസമഹർഷിക്ക് ഉപദേശിച്ചു. വ്യാസമഹർഷി അദ്ദേഹത്തിൻ്റെ പുത്രനായുള്ള ശുഗഭ്ര മഹർഷിക്ക് ഉപദേശിച്ചു. ശുഗഭ്ര മഹർഷി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഗൗഡപാദാചാര്യർക്ക് ഉപദേശിച്ചു. ഗൗഡപാദാചാര്യർ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഗോവിന്ദ ഗുരുപാദർക്ക് ഉപദേശിച്ചു. ആ ഗോവിന്ദ ഗുരുപാദര ശിഷ്യനാണ് ശങ്കരാചാര്യർ. ഇങ്ങനെയാണ് ആ പരമ്പര. ആ പരമ്പരയെക്കുറിച്ചൊരു വന്ദന ശ്ലോകമുണ്ട്, ഇതൊക്കെ ദിവസം ചൊല്ലും. അപ്പോൾ അങ്ങനെ വന്ന് ശങ്കരാചാര്യർക്ക് 4 പ്രധാന ശിഷ്യന്മാരാണ്: പത്മപാദര്, തോടകാചാര്യർ, ഹസ്താമലകാചാര്യർ, സുരേശ്വരാചാര്യർ. ഈ 4 ആചാര്യന്മാരാണ് 4 ആശ്രമങ്ങളിൽ മഠാധിപതികളായിട്ട് വെച്ചുള്ളത്. ഭാരതത്തിൻ്റെ 4 മൂലയ്ക്ക് 4 മഠങ്ങൾ സ്ഥാപിച്ചു ശങ്കരാചാര്യർ. വടക്ക് ഹിമാലയത്തിൽ ബദരീനാഥിൽ ജ്യോതിർമഠം, നമ്മുടെ തെക്ക് ഇങ്ങേറ്റത്ത് നമ്മുടെ ഇവിടെ കർണാടകത്തിൽ ശൃംഗേരി മഠം,
അതുപോലെ ഒറീസയിലെ പുരി, ഗുജറാത്തിലെ ദ്വാരകാപീഠം, ഇങ്ങനെ 4 മഠങ്ങൾ. അവിടെ 4 പേരെയും ഓരോരുത്തരെ അവിടെ അവരോധിച്ചു. അവർക്ക് 4 വേദങ്ങളിലെ ഓരോ മഹാവാക്യങ്ങൾ, അയം ആത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി, ഇങ്ങനെ 4 മന്ത്രങ്ങളാണ്. അത് ഓരോ മഠത്തിലും ഓരോ മന്ത്രം 4 വേദങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട്. അതുമാത്രമല്ല, അവർക്ക് മഠാമ്നായം എന്ന് പറഞ്ഞിട്ട്, ആമ്നായം അതായത് ഒരു ബൈലോ എഴുതിയുണ്ടാക്കിയിട്ട് അവരുടെ നിയമങ്ങൾ വ്യവസ്ഥകൾ ഒക്കെ ചെയ്തു. അവരുടെ ഏരിയ നിശ്ചയിച്ചു. ഇത്രയും ഏരിയയിൽ നിങ്ങളാണ് ധർമ്മം പ്രചരിപ്പിക്കേണ്ടത്. അങ്ങനെ 4 ആശ്രമങ്ങളിലും ഉള്ള മഠാധിപതികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ആ മഠാമ്നായത്തിലുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം എന്തെല്ലാം ദൂരക്കാഴ്ചയാണ് നോക്കിയത്. ഇപ്പോൾ ഏറ്റവും തെക്കേറ്റത്തുള്ള രാമേശ്വരം ക്ഷേത്രത്തിൽ UP-കാരൻ ബ്രാഹ്മണൻ വേണം പൂജ കഴിക്കാൻ. ബദരിയാണ് ഏറ്റവും അറ്റത്തിൽ വടക്കേ അറ്റത്തുള്ള ക്ഷേത്രം, ബദരീനാഥം. അവിടെ പൂജ കഴിക്കാൻ മലയാളി ബ്രാഹ്മണൻ പയ്യന്നൂർ നമ്പൂരിയാണ് അവിടെ പൂജ, റാവൽജി. അതുപോലെ ഒറീസയിൽ ഗുജറാത്തി ബ്രാഹ്മണനും, ഗുജറാത്തിൽ ദ്വാരകയിൽ അവിടെ ഗുജറാത്തിൽ പൂജ കഴിക്കാൻ ഒറീസ ബ്രാഹ്മണനും ഇങ്ങനെ നിശ്ചയിച്ചു. ഭാരതം ഒന്നാണ്, സാംസ്കാരികമായിട്ട് ഒന്നാണ്. ആ കാലത്ത് ഒരുപാട് നാട്ടുരാജ്യങ്ങളാണ് നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത് എങ്കിലും സാംസ്കാരികമായിട്ട് നമ്മുടെ അടിസ്ഥാന സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ധർമ്മം എന്ന് പറയുന്ന സനാതന ധർമ്മം വേദമാണ് എന്ന നിലയ്ക്ക്. മാത്രമല്ല, പിന്നെ വേദാന്തം പുനഃസ്ഥാപിക്കാനാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ അവതാര സമയത്ത് ഭാരതത്തിൽ വേദ സംസ്കാരത്തിന്, വൈദിക ധർമ്മത്തിന് വളരെയധികം ക്ഷീണം പറ്റിയ സമയമായിരുന്നു. കാരണം അന്ന് ബുദ്ധമതം, ജൈനമതം മുതലായ നാസ്തികമല്ല, വേദങ്ങളെ അംഗീകരിക്കാത്ത മതങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു വൈദിക മതത്തിന് വേദം അംഗീകരിക്കുന്നവരിൽ തന്നെ ധാരാളം പല വിഭാഗങ്ങളായിട്ട് ശൈവം, വൈഷ്ണവം, ശാക്തേയം, പിന്നെ സ്കാന്തം, ഗാണപത്യം തുടങ്ങിയിട്ട് പലതരത്തിലുള്ള മതങ്ങളായിട്ട് ഞങ്ങളുടെ ദൈവമാണ് ശരി, വിഷ്ണുവാണ്. വിഷ്ണു ഭക്തന്മാർക്ക് ശിവഭക്തന്മാരെ കണ്ടുകൂടാ, തിരിച്ചും അവർ തമ്മിൽ മത്സരം. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഭഗവാന്റെ അവതാരം. പക്ഷെ അദ്ദേഹം യഥാർത്ഥ ജ്ഞാനം എല്ലാവർക്കും നഷ്ടപ്പെട്ട സമയത്ത് ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ വേദത്തിൻ്റെ അന്തസത്ത ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അദ്വൈതമാണ് സത്യം, ഏകമേവ അദ്വിതീയം ബ്രഹ്മ, ഒരേ ഒന്നിൻ്റെ ആവിഷ്കാരമാണ് ഈ കാണുന്ന നാമരൂപാത്മകമായ പ്രപഞ്ചം മുഴുവനും. ഒരേ ഒരു വസ്തു, ഒരേ ഒരു തത്വമാണ് എന്നുള്ളതാണ്. യാ ബ്രഹ്മാദി പിപീലികന്ത തനുഷു പ്രോതാ ജഗത്സാക്ഷിണി എന്നൊക്കെ പറയും അദ്ദേഹം. ബ്രഹ്മാവ് തൊട്ടിട്ടൊരു ഉറുമ്പ് വരെ എല്ലാവരിലും അന്തര്യാമിയായിരിക്കുന്ന ആത്മചൈതന്യം ഒന്നാണ്, വ്യത്യാസമില്ല. ഒരേ ഒരു ഒന്നിന് പലതരത്തിലുള്ള ആവിഷ്കാരങ്ങളാണ്. ഒരു ഇലക്ട്രിസിറ്റി തന്നെ പല കളറുള്ള ബൾബ് വയ്ക്കുമ്പോൾ പലതരത്തിൽ കത്തുന്ന പോലെ ഈ പ്രപഞ്ചം മുഴുവനും ആ ഒരേ ഒരു തത്വത്തിലാണ് പ്രകാശിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തി. വിഷ്ണു ആയാലും ശിവനായാലും ആരായാലും ഉറുമ്പായാലും എല്ലാറ്റിലും ഉള്ള ആ ആത്മചൈതന്യം, ആ ചൈതന്യം ഒരേ ഒരു ചൈതന്യമാണ്, ഒരു നൂലിൽ കോർക്കപ്പെട്ട മണികളെ പോലെയാണ്. ഇതാണ് വേദത്തിൻ്റെ അന്തസത്ത. ആ ഏകത്വത്തെ ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനില്ല. ഇതാണ് ശങ്കരാചാര്യർ. അത് സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. എത്രയോ പ്രകരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രസ്ഥാനത്രയം എന്ന് പറയും. ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതി എന്ന് പറഞ്ഞു. 595 സൂത്രങ്ങളുണ്ട്. അതിന് മുഴുവൻ അദ്ദേഹം വിശദമായുള്ള ഭാഷ്യം എഴുതി. മാത്രമല്ല, ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതി. 10 ഉപനിഷത്തുകൾ, ശരിക്കും 1180 ഉപനിഷത്തുകളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് 300-300 മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതിൽ തന്നെ 108 ഉപനിഷത്തുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ പരമപ്രധാനമായിട്ടുള്ള 10 എണ്ണമാണ്. ഈശം, കേനം, കഠം എന്ന് പറഞ്ഞിട്ടുള്ള ബൃഹദാരണ്യം, ഛാന്തോക്യം എന്ന് പറഞ്ഞുള്ള 10 ഉപനിഷത്തുകൾ. അതിന് വിസ്തരിച്ചുള്ള ഭാഷ്യം അദ്ദേഹം എഴുതി. ഇപ്പോൾ ബ്രഹ്മസൂത്രത്തിന്, ഭഗവത്ഗീതയ്ക്ക്, ഉപനിഷത്തുകൾക്ക്, 10 ദശോപനിഷത്തുകൾക്ക് ഇത്രയും ഭാഷ്യം എഴുതി. പ്രസ്ഥാനത്രയം കൊണ്ടാണ്. പ്രസ്ഥാനത്രയത്തിലാണ് അദ്വൈത വേദാന്തം എന്നുള്ള മഹാസൗധം. അതിൻ്റെ നെടും തൂണുകളാണ് ഈ പ്രസ്ഥാനത്രയം. എന്നിട്ട് ഈ ഇത് പഠിപ്പിച്ചു. അതിന് പുറമെ പ്രകരണ ഗ്രന്ഥങ്ങൾ, വിവേക ചൂടാമണി തുടങ്ങിയുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ ധാരാളം സ്തോത്രങ്ങൾ, ദക്ഷിണാമൂർത്തി സ്തോത്രം, അതുപോലെ ശിവാനന്ദലഹരി, സൗന്ദര്യലഹരി തുടങ്ങി എത്രയോ ഗ്രന്ഥങ്ങൾ. മാത്രമല്ല, എല്ലാ ദേവീദേവന്മാരെക്കുറിച്ചും സാധാരണക്കാർ ഇപ്പോൾ നേരത്തെ ചൊല്ലിയ ഭജഗോവിന്ദം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാർക്ക് പോലും കയറി വരാനുള്ള ആ ഒരു വഴി അദ്ദേഹം തുറന്നു വച്ചിട്ടുണ്ട്.
ബൃഹസ്തോത്ര രത്നാകരം എന്നൊരു ഗ്രന്ഥമുണ്ട്. ശങ്കരാചാര്യ എല്ലാ ദേവീദേവന്മാരും ഏത് ദേവതയുടെ ഭക്തയാണെങ്കിലും അതിനെ ഉപാസിക്കാനുള്ള സൗകര്യത്തിൽ എല്ലാ സ്തോത്രങ്ങളും. അങ്ങനെ അദ്ദേഹം എത്രയോ കൃതികൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ആ 4 മഠങ്ങൾ ഇന്നും നമ്മുടെ ഭാരതത്തിലെ ആചാര്യന്മാരായിട്ടിരിക്കുന്നു. അങ്ങനെ ദശനാമി സമ്പ്രദായം ഏർപ്പെടുത്തിയ അദ്ദേഹം ദശനാമി 10 നാമങ്ങൾ. ഇപ്പോൾ ഹരിഹരാനന്ദ സരസ്വതി എന്നാണ് അതിൻ്റെ പേര്. സരസ്വതി, ഭാരതി, തീർത്ഥൻ തുടങ്ങിയിട്ടുള്ള പുരി, ജിതാനന്ദപുരി എന്നൊക്കെ പറയില്ലേ, പുരി, അങ്ങനെ ഗിരി, വനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 10 നാമങ്ങളിൽ സന്യാസിമാർ അറിയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം വ്യവസ്ഥപ്പെടുത്തി ഇതെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം 32 വയസ്സ് വരെ അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചു. 788 അദ്ദേഹത്തിൻ്റെ അവതാരം എന്ന് പറയുന്നു. 788 മുതൽ 820, 32 വയസ്സാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഈ 32 വയസ്സിനുള്ളിൽ ഈ കേരളത്തിൽ നിന്ന് ഹിമാലയത്തിൽ പോയി എത്രയോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടാവണം. പിന്നെ കാശ്മീരിലാണ് അദ്ദേഹം സർവജ്ഞപീഠം കയറുന്നത്. സർവജ്ഞപീഠം കയറി ബദരീനാഥിലാണ് ജ്യോതിർമഠം സ്ഥാപിച്ചത്. അവിടെ ഇരുന്നിട്ടാണ് ഭാഷ്യമൊക്കെ എഴുതുന്നത്. ഇത്രയും കാര്യങ്ങൾ 32 വയസ്സിൽ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സാധാരണ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അത്രയും വലിയൊരു ഭഗവാന്റെ ആ മഹിമ എത്ര വാഴ്ത്തിയാലും അധികമാവില്ല. അങ്ങനെ ആ ഋഷി പരമ്പരയിൽ ശങ്കരാചാര്യ മധ്യമാം എന്ന് പറഞ്ഞിട്ട് വേദവ്യാസ മഹർഷിയുടെയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത് മധ്യത്തിൽ ഏറ്റവും പ്രകാശഗോളം ആയിട്ടിരിക്കുന്നത് ശങ്കരാചാര്യരാണ്. അപ്പം അങ്ങനെയുള്ള ആ ആചാര്യ പരമ്പര ശിഷ്യപ്രശിഷ്യ പരമ്പരയായിട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിൽ നമുക്ക് ഈ ഭാരതഭൂമിയിൽ ജനിക്കാൻ ഭാഗ്യമുണ്ടായി. ഇങ്ങനെയുള്ള അവരെ സ്മരിക്കാനും നമുക്ക് ഭാഗ്യമുണ്ടായി. ആ ഋഷി പരമ്പരകളുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമയുടെ 50 വർഷത്തിൻ്റെ നിറസാഫല്യത്തിന് ശ്രീമതി മല്ലിക സുകുമാരന് പൊന്നാട ചാർത്താൻ ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ എം ഗോപാലിനെ ആദരവോടെ ക്ഷണിക്കുന്നു. आदिदेव शंकरा तेरे जाप के बिना चले ये सांस किस तरह मेरा कर्म तू ही जाने क्या बुरा है क्या भला. അധ്യക്ഷ ഭാഷണത്തിന് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ചെയർമാൻ ഈ സഭയുടെ അധ്യക്ഷനുമായ ശ്രീ ചെങ്കൽ എസ് രാജശേഖരൻ നായർ അവരെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ശങ്കര ജയന്തി ഓർമ്മിപ്പിക്കുന്ന ഒരു സഭയായിട്ടൊക്കെ നമുക്കിതിനെ കാണാം. സ്വാമിജി ഇന്ന് ഉദ്ഘാടനം ചെയ്ത മല്ലിക ചേച്ചി, രാഷ്ട്രത്തിനും ജനനന്മയ്ക്കും വേണ്ടി ആയിരിക്കണം ആ പ്രവർത്തനം നടത്തി നമ്മളുടെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഇന്നത്തെ മുഖ്യ പ്രഭാഷണത്തിലുള്ള രാംപിള്ള സാറ് ഇന്നത്തെ ഈ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്ത എൻ്റെ ഇനിയൊരു ഭാഗം എന്നൊക്കെ പറയാം ഗോപാൽജി. സൈസ് കൊണ്ട് നമ്മൾ വ്യത്യാസമാണ്. അതേപോലെ എൻ്റെ വേദിയിലും സദസ്സിലിരിക്കുന്ന മറ്റു പ്രവർത്തകർ, അതിനൊരു അധ്യക്ഷ പ്രഭാഷണത്തിനൊന്നുമില്ല. പക്ഷേ ശ്രീശങ്കരൻ ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത ജനങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. ലോകത്തിനറിയാം എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്നൊക്കെ പറയാം. അദ്ദേഹം ജനിച്ച നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പണിയാൻ സമ്മതിക്കാത്തൊരു നാടാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മളൊരു മോഡേൺ കേരളം, നവകേരളം എന്തൊക്കെ കെട്ടിപ്പടുക്കണമെന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഈ നാടിനെ, ഈ ലോകത്തിലെ ഇപ്പം നമ്മളെ ഈ ഈ കേരളത്തിനെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറയുന്നു. അല്ലാതെ അതിനപ്പുറം യാഥാർത്ഥ്യമുണ്ട്. നമ്മളെ നാട് എന്താണ്? എത്രയോ വർഷം മുകളിലും ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കിയിട്ട് പോലും നമ്മളെ ഈ സനാതന ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ഒരുപാട് അവതാരങ്ങൾ ഈ നാട്ടിൽ ജനിച്ചു. അവരൊന്നും തിരിച്ചു പ്രതീക്ഷിച്ചില്ല. പക്ഷെ അവരുടെ കർത്തവ്യങ്ങൾ നിറവേറ്റിപ്പോയി. അതിലൊന്ന് ദൈവതുല്യനായിട്ടുള്ള സ്വാമി പറഞ്ഞ പോലെ ശങ്കരാചാര്യൻ. അതേപോലെ എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ഒരു സഹപ്രവർത്തകനും എൻ്റെ അമ്മയുടെ ഒരു മകനും ഒക്കെ ഉണ്ടായിരുന്നു. ശങ്കർജി എന്ന് പറയും.
അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. RSSന്റെ പ്രചാരകമായിട്ട് വന്നു. ഞാൻ എൻ്റെ പിന്നെ നാട് വിട്ടു പോയപ്പോൾ എമർജൻസി സമയത്ത് അന്ന് ചെങ്കൽ എന്ന ഗ്രാമത്തിൽ ഒരു പ്രവർത്തനത്തിനെത്തിയത് ശങ്കർജിയാണ്. അദ്ദേഹം ബ്രാഹ്മണനെന്ന് അറിയില്ല. എൻ്റെ കുടുംബം സംഘ കുടുംബമാണ്. ഇപ്പം എൻ്റെ സഹോദരങ്ങളൊക്കെ പോവും. അംഗത്തിൽ ശാഖ കഴിഞ്ഞതിന് ശേഷം അന്ന് വൈകിയപ്പോൾ അമ്മ പറഞ്ഞു, ശങ്കര ഇന്ന് ഇവിടെ കിടക്കുക. പറഞ്ഞ് കിടക്കാം. അപ്പം അമ്മ പെട്ടെന്ന് ഒരു അതിഥി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് മീനൊക്കെ കൊണ്ടുവന്നിട്ട് അമ്മ മെയിൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഒരു സൈഡിൽ ചോറ് വെന്തിരിക്കുമ്പോൾ കൂടെ പോയി വിറകെടുത്തുകൊണ്ട് വന്ന് തീ കത്തിച്ചിട്ട് അമ്മയുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു, കുറച്ചു നേരം കൂടെ എടുക്കും മീൻ വേവ, മോനെ തരാം. അപ്പോൾ അദ്ദേഹം ഒരു പാത്രം എടുത്തിട്ട് ചോറ് വെന്തു. അമ്മ എനിക്ക് വിശക്കുന്നു, ഞാൻ ഈ കഞ്ഞി കുടിച്ചോളാം, അമ്മ പതുക്കെ മീൻ വേവിച്ചാൽ മതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞില്ല ഞാൻ ഒരു ബ്രാഹ്മണനാണെന്നോ. അതിനുശേഷം അമ്മയ്ക്ക് മനസ്സിലായി ഇതേ ഒരു ബ്രാഹ്മണനാണ്. അപ്പൊ അമ്മയ്ക്ക് ഒരു വലിയൊരു കുറ്റബോധം ഉണ്ടായി. അയ്യോ, ഈ ഒരു ബ്രാഹ്മണനാണല്ലോ എൻ്റെ കൂടെ അടുക്കളയിൽ വെച്ചിട്ട് ഈ വിറക് കത്തിച്ചും ഞാൻ മീൻകറി കൊടുക്കാനും ഇതിനൊക്കെ വന്ന ഒരു വ്യത്യാസമില്ലാതെ അദ്ദേഹം പ്രവർത്തിച്ചു. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇപ്പൊ നമ്മളെല്ലാം ഭിന്നിപ്പിക്കുന്നത് ഇത് രാഷ്ട്രീയക്കാരാണ്. എൻ്റെ ജാതി ഏത്, മതം ഏത്, എൻ്റെ പ്രവർത്തനം ഏത് ഇന്നറിയാവുന്ന 3-4 ജാതിക്കാരുടെ ലീഡറെ അല്ലാതെ നമ്മൾ വേറെ ആരും അറിയുന്നില്ല. ഇത് യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട. ശങ്കരാജി 32 വയസ്സിൽ പോയെങ്കിലും നമ്മളെ ശങ്കർജി 68-ാമത്തെ വയസ്സിൽ നമ്മളെ വിട്ടുപോയി. ആ ജീവിതം മൊത്തം നാട്ടിന് വേണ്ടിയായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടി, ജനനന്മയ്ക്കും വേണ്ടിയിട്ടായിരുന്നു. ഈ കേരളത്തിലെ മലയാളികൾ എല്ലാവരെയും പരിചയമുള്ളവരെയൊക്കെ ബോംബെയിൽ വന്നാൽ എന്നെ വന്ന് കണ്ടുവന്ന് പരിചയപ്പെടുത്തും. അതിൽ ജാതിയോ മതം ഒന്നുമില്ല, മലയാളി എന്നുള്ളതിൽ. ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചുള്ള ഈ പൂർവികരാണ്. ഈ നാട്ടിൽ എന്തൊക്കെ നമുക്ക് നഷ്ടം വരും, അപ്പോൾ ഓരോരുത്തർ ജന്മം കൊള്ളും. ഇതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇത് മനസ്സിലാക്കാത്ത നമ്മൾ വീണ്ടും ഇന്നും ഇരുട്ടിലാണോ? അതിൽ മാറണം. ആ മാറ്റത്തിനുള്ള തുടക്കങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വലിയ ചേച്ചിയൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ കല്യാണം നടത്തിയത് 2 പേരാണ്. ഒരു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ചേർന്നിട്ടാണ്. ഞാൻ സംഘത്തിൻ്റെ RSS കാരനായിരുന്നു. സുബ്രഹ്മണ്യ അല്ല ആദ്യത്തെ കാലം. അപ്പൊ എന്നെ ഒരു മാല തന്നത് കല്യാണി അമ്മയും താലിയെടുത്ത് തന്നത് ശാരദമ്മ ടീച്ചറുമാണ്. ഞാൻ എൻ്റെ വിരുന്നിന് ആദ്യം പോയത് ലീഡറിൻ്റെ വീട്ടിലായിരുന്നു. അന്നാണ് ചേച്ചിയെ കാണുന്നത്. എൻ്റെ അടുത്തിരുന്ന സുമാരേട്ടൻ. അപ്പോൾ എൻ്റെ കൂടെ ഒരാളിരുന്ന് പറയുന്ന കേട്ട് ചേച്ചി പറഞ്ഞ പോലെ ഇതുമാർ ഭയങ്കര കമ്മ്യൂണിസ്റ്റാണല്ലോ, എന്തിനാ ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ അവർ പറയാൻ അത് മല്ലി ചേച്ചി കൊണ്ടുവന്നതാണ്, ഇദ്ദേഹത്തിന് എന്തോ കാര്യം നേടാനാണ്. മല്ലി ചേച്ചി അത് കോൺഗ്രസ്സാണ്. ഇത് അന്ന് 32 വർഷം മുമ്പേ ഉള്ള ഓർമ്മയാണ്. ഒരിക്കൽ നമ്മളെ സുകുമാരി ചേച്ചി ഗിന്നീസ് ബുക്കിൽ പേര് വന്നാണ് സിനിമയിൽ അഭിനയം എന്ന് പറഞ്ഞാൽ അഭിനയമാണ്. ഒരിക്കൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ പോയി ആലപ്പുഴ പോകുമ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത് മാറിയപ്പോൾ ആ ചേച്ചിയെ കണ്ടായിരുന്നു. ഞാൻ ഒന്ന് പരിചയപ്പെട്ടു. സുമാരി ചേച്ചി, ഞാൻ രാജശേഖരനാണ്, രാധയുടെ ഭർത്താവാണ്. അവൻ പറഞ്ഞു ഞാൻ രാധയുടെ ഭർത്താവാണ്. രാധയെ അറിയാം. പെട്ടെന്ന് വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് പെട്ടെന്ന് ഒരു ഉമ്മ തന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ നിങ്ങളെ പോലുള്ള ആൾക്കാരുണ്ട്, എന്തു പറ്റിയേ? ആരും ഇങ്ങനെ പറയില്ല, ഞാൻ ഇന്നാളെ ഭർത്താവാണല്ലേ, എൻ്റെ ഭാര്യയാണ് രാധ എന്നേ പറയുള്ളൂ. നിങ്ങൾ പറഞ്ഞല്ലോ, സത്യം പറഞ്ഞ അവർ മരിക്കുന്നവർ ആ കാര്യങ്ങൾ എപ്പോഴും ഒക്കെ പറയും. ഇത് നമ്മളെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തോക്കെ മാറും ചെയ്യും. ഇതൊക്കെ ആവിഷ്കാരമാണ്. എന്തൊക്കെയാണ് കെട്ടിപ്പടുക്കുന്നതെന്ന് അറിയില്ല. അതൊക്കെ ഒരു മാറ്റത്തിൻ്റെ കാര്യമാണ്. ഇപ്പം സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. രാമപിള്ള സാറ് ശങ്കരാചാര്യരെ പറ്റി എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കും. പക്ഷെ ഞാൻ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എഴുത്തച്ഛനായാലും ശങ്കരാചാര്യാലും ഞാൻ ചെയ്ത സ്കൂളിൽ ഇൻട്രിയിൽ 2 സ്ഥലത്തും ശങ്കരാചാര്യയും എഴുത്തച്ഛൻ്റെയും പ്രതിമയാണ് വെച്ചിട്ടുള്ള സ്കൂളിൽ, സായി കൃഷ്ണ എന്നുള്ള യഥാർത്ഥം. അതെല്ലാവരും അറിയാവുന്നുള്ള എല്ലാവരെയും. ഇതൊക്കെ നമ്മളെ കർത്തവ്യങ്ങളാണ്. നമുക്കെന്ത് ചെയ്യുവാൻ സാധിക്കും അത് നമ്മൾ ചെയ്യണം. അതിൻ്റെ കാലങ്ങളാണ്. ലോകം നമ്മളെ ആദരിക്കുമ്പോൾ നാം പുറകോട്ട് പോകരുത്. നമ്മളെ അച്ഛനും അമ്മയൊക്കെ ഇന്ന് ഓൾഡേജ് ഹോമിലാക്കിയിട്ട് നമ്മളെ അച്ഛനും അപ്പൂപ്പൻ്റെ പേര് പോലും അറിഞ്ഞുകൂടാത്തൊരു നാടായിട്ട് മാറരുത്. നമ്മളെ ഈ പൂർവികർ ഒരുപാട് ത്യാഗവും ജീവിതം തന്നെ നമുക്ക് തന്നിട്ട് പോയതാണ്. സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദിയും ഇതിൽ ആദരിക്കേണ്ട എല്ലാവർക്കും എൻ്റെ വിധ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തിയിട്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത പുരസ്കാര സമർപ്പണമാണ് ശ്രീ കെ രാമൻപിള്ള. കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹ്യ, ആധ്യാത്മിക രംഗത്തെ നിറ തേജസ് ഗ്രന്ഥകാരനാണ്.
ഉജ്ജ്വല വാഗ്മിയാണ്. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയം രാഷ്ട്രത്തിനു വേണ്ടി കർമ്മധീരതയോടെ പദങ്ങൾ വെച്ച് മുന്നോട്ട് പോയ സന്യാസ തുല്യമായ രാഷ്ട്രീയ ജീവിതം നടത്തിയ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മാനനീയ വ്യക്തിയാണ് കെ രാമൻപിള്ള സാറ്. കെ രാമൻപിള്ള സാറിനെ പൊന്നാട് ചാർത്തി ആദരിക്കാൻ ഹിന്ദു ധർമ്മ പരിഷത്തിന് ചെയർമാൻ ശ്രീ എസ് ചെങ്കൽ രാജശേഖരൻ നായർ അവരെ ക്ഷണിക്കുന്നു. जय हो शंकरा आदिदेव शंकरा तेरे जाप के बिना चले ये सांस किस तरह പൂജ്യപാതനായ मेरा कर्म तू ही जाने क्या बुरा है क्या भला പൂജ്യപാതനായ സ്വാമിജി അദ്ദേഹത്തിന് ആദരവ് സമർപ്പിക്കുന്നു. जय हो शंकरा आदिदेव शंकरा तेरे जाप के बिना चले ये सांस किस तरह मेरा कर्म तू ही जाने क्या बुरा ഹിന്ദു കേസരി ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ വേദബ്രഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനാണ്. അവശത അനുഭവിക്കുന്ന ഹിന്ദു സമൂഹത്തിനായി ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോ ലോജിക് ഡേ പുരസ്കാര ജേതാവാണ്. മതപരിവർത്തനത്തിനെതിരെ പാവപ്പെട്ട ഹിന്ദു ജനവിഭാഗത്തിന് ജീവനോപാധികൾ വിതരണം ചെയ്ത് പ്രവർത്തിക്കുന്നു. കടകൾ, അതുപോലെയുള്ള തയ്യൽ മെഷീൻ തുടങ്ങിയിട്ടുള്ള ജീവനോപാധികളാണ് അദ്ദേഹം നൽകുന്നത്. അദ്ദേഹത്തിന് വേണ്ടി സുഹൃത്ത് ആ പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. പുരസ്കാരം നൽകുന്നത് ശ്രീമതി മല്ലിക സുകുമാരൻ. जय हो शंकरा आदिदेव शंकरा तेरे जाप के बिना चले ये सांस किस तरह ശ്രീ കൂട്ടുമ്മൽ പ്രതീഷ് കൃഷ്ണ വേദിക് സയൻസിൽ PhD നേടിയിട്ടുണ്ട്. 2022-23 കർമ്മരത്ന പുരസ്കാര ജേതാവാണ്. മുംബൈയിലെ നിരവധി ക്ഷേത്രങ്ങളിൽ താന്ത്രിക സ്ഥാനം വഹിച്ച പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ആധ്യാത്മിക പ്രഭാഷകനും പൊതുപ്രവർത്തകനുമാണ് ഡോക്ടർ കൂട്ടുമ്മൽ പ്രതീഷ് കൃഷ്ണ. ആദരവോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുരസ്കാരം നൽകുന്നതിന് മല്ലിക സുകുമാരനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. जय हो शंकरा आदिदेव शंकरा तेरे जाप के बिना चले ये सांस किस അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ശ്രീ കെ രാമൻപിള്ള സാർ. तू ही जाने क्या बुरा है क्या भला तेरे रास्ते पे मैं तो आंख मूंद ബ്രഹ്മശ്രീ ഡോക്ടർ സി ഇന്ദുമോൻ നെന്മേനി ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രം മേൽശാന്തി, അസ്ട്രോളജർ എന്നീ മേഖലകളിൽ 25 വർഷമായി പ്രവർത്തിക്കുന്നു. 2012 ജ്യോതിഷരത്ന പുരസ്കാരം നേടുകയും 13-14 വർഷങ്ങളിൽ ജ്യോതിഷ ചൂടാമണി, ജ്യോതിഷ ചക്രവർത്തി പുരസ്കാരം നേടുകയും ചെയ്തു. 2020 ഡോക്ടറേറ്റ് നേടിയ നിരവധി പുരസ്കാരങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. 1000-ഓളം വീടുകളിൽ പ്രശ്നപരിഹാര പൂജാവിധികൾ നിർവഹിച്ചിട്ടുണ്ട്. ബ്രഹ്മശ്രീ ഡോക്ടർ സി ഇന്ദുമോഹനെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നത് ശ്രീമതി മല്ലിക. तू ही जाने क्या बुरा है क्या भला तेरे रास्ते पे मैं तो आंख मूंद के चला तेरे സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ. लिया तमस मेरा ശ്രീ രാജവൈദ്യൻ മോഹൻലാൽ വേദിയിൽ തന്നെ ഇരിപ്പുണ്ട്. യോഗാചാര്യനാണ്, പ്രമുഖ ആയുർവേദ ഭിക്ഷുകരനാണ്, വേദപണ്ഡിതനാണ്. കുമാരപുരത്ത് ശ്രീ അഗസ്തീശ്വര സിദ്ധാശ്രമം നടത്തുന്നു. അതിൻ്റെ കീഴിൽ പുനർജന്മി ആശുപത്രിയും പ്രവർത്തിക്കുന്നുണ്ട്. അഷ്ടാംഗ കോഴ്സുകൾ, അതുപോലെ തന്നെ ഹഠയോഗ കോഴ്സ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അദ്ദേഹം നടത്തുന്നുണ്ട്. ഷഡ്ദർശനങ്ങളിൽ സാഖ്യ, യോഗ, അതുപോലെ ദശോപനിഷത്തുകൾ എന്നിവ അദ്ദേഹം പഠിപ്പിക്കുന്നു.
രാജവൈദ്യൻ മോഹൻലാൽ അദ്ദേഹത്തെ ആദരവോടെ പുരസ്കാരം സ്വീകരിക്കുന്നതിന് ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നത് ശ്രീമതി മല്ലിക സുകുമാരൻ. അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ശ്രീ ചെങ്കൽ എസ് രാജശേഖരൻ നായർ. ബ്രഹ്മശ്രീ ഡോക്ടർ ജയകൃഷ്ണൻ തന്ത്രി, ജ്യോതിഷ താന്ത്രിക വിദ്യകളുടെ കർമ്മ കുലപതി, സഹസ്രാബ്ദങ്ങളായി ഭാരതത്തിൻ്റെ അമൂല്യ പൈതൃകമായി കരുതപ്പെടുന്ന വിജ്ഞാന സമ്പന്നമായ വേദവും ജ്യോതിഷവും തന്ത്രവിദ്യയും 20 വർഷമായി അദ്ദേഹം സ്വായത്തമാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ജ്യോതിഷ താന്ത്രിക മേഖലകളിലെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കണക്കിലെടുത്ത് 2024 കർമ്മകുലപതി പുരസ്കാരം, താന്ത്രിക രത്ന പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. ബ്രഹ്മശ്രീ ഡോക്ടർ ജയകൃഷ്ണൻ തന്ത്രിയെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ പുരസ്കാരം നൽകി ആദരിക്കാൻ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ചെങ്കൽ എസ് രാജശേഖരൻ നായർ. ശ്രീ MPR പണിക്കർ, ജ്യോതിഷ ചക്രവാളത്തിൽ ഒരു യുവനക്ഷത്രം. പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിക്കടുത്ത മഞ്ഞപ്ര എന്ന ഗ്രാമത്തിൽ ജ്യോതിഷ പാരമ്പര്യമുള്ള പണിക്കർ കുടുംബത്തിൽ ജനനം. ജ്യോതിഷത്തിൽ ആദ്യാക്ഷരം തൻ്റെ പിതാവും സ്കൂൾ പ്രധാന അധ്യാപകനുമായ പ്രഭാകര പണിക്കരിൽ നിന്നും ആരംഭിച്ച് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഗുരുകുല സമ്പ്രദായത്തിൽ പ്രതിഷ്ഠ ജ്യോതിഷ പണ്ഡിതൻ പാടൂർ മുരളീധര പണിക്കരുടെ കീഴിൽ ജ്യോതിഷ പഠനം ആരംഭിച്ചു. തുടർന്ന് മുംബൈയിൽ കേരള ജ്യോതിഷ നിലയം തുടങ്ങി ഇന്ന് മുംബൈയിൽ സത്യസന്ധമായ പ്രവചനങ്ങളെ കൊണ്ടും വേണ്ട രീതിയിലുള്ള തിരിച്ചറിവ് നൽകിയും വളരെ പ്രസിദ്ധനായി തീർന്നു. ശ്രീ MBR എന്ന് ചുരുക്കിപ്പേരിൽ അറിയപ്പെടുന്ന MBR പണിക്കർ സാറിനെ ക്ഷണിക്കുന്നു ആദരവോടെ. അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ചെങ്കൽ എസ് രാജശേഖരൻ നായർ. കൈപ്പള്ളി രാമൻ ഭട്ടതിരിപ്പാട്, നേരത്തെ സ്വാമിജി ഇവിടെ സൂചിപ്പിച്ച ആദിശങ്കരന് ജന്മം കൊണ്ട് ധന്യമായ കൈപ്പള്ളി മനയിൽ ജനിച്ചു. സാമൂഹ്യ പരിഷ്കർത്താവായ VT ഭട്ടതിരിപ്പാടിൻ്റെ കുടുംബാംഗമാണ്. അനേക വർഷം ചേങ്കോട്ടുകടം ജഗദ്ഗുരു സത്യാനന്ദ സ്വാമികളുടെ സഹയാത്രികനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൈപ്പള്ളി രാമൻ ഭട്ടതിരിപ്പാടിനെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് ഡോക്ടർ ശ്രീ ചെങ്കൽ എസ് രാജശേഖരൻ നായർ. ഡോക്ടർ ശശികുമാര ശർമ്മ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രപഞ്ച യാഗ ആചാര്യൻ, വൈദിക താന്ത്രിക വാസ്തു ആചാര്യനും 38ഓളം ക്ഷേത്രങ്ങളിലെ തന്ത്രിയുമായ ബ്രഹ്മശ്രീ ശശികുമാര ശർമ്മ കേരളത്തിനകത്തും പുറത്തും ആയി 300-ൽ പരം യാഗയജ്ഞങ്ങൾ ചെയ്യുകയും വാസ്തുരംഗത്തെയും ആധ്യാത്മിക രംഗത്തെയും ഹിന്ദു നവോത്ഥാന രംഗത്തെയും പ്രവർത്തനങ്ങളെ മുൻനിർത്തി നിരവധി ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. അദ്ദേഹത്തെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ചെങ്കൽ രാജശേഖരൻ നായർ. ശ്രീ വെങ്ങാനൂർ ഗോപൻ, വിഴിഞ്ഞം സമരനായകൻ. തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അറിയപ്പെടുന്ന പൊതുപ്രവർത്തകൻ, ആധ്യാത്മിക പ്രഭാഷകൻ, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചാരകനാണ്. സാധാരണ ജനങ്ങൾക്ക് കേന്ദ്ര പദ്ധതികളുടെ ഗുണം ലഭിക്കുന്നതിന് അഹോരാത്രം പ്രവർത്തിക്കുന്ന മാന്യദേഹം ശ്രീ വെങ്ങാനൂർ ഗോപനെ ആദരവോടെ ക്ഷണിക്കുന്നു. ശ്രീ ആരനാട് സുഗതൻ, അറിയപ്പെടുന്ന ചലച്ചിത്ര പ്രവർത്തകനാണ്. ഗാനരചയിതാവ്, അഭിനേതാവ്, സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ശ്രീ ആരനാട് സുഗതനെ സ്നേഹാദരവ് സ്വീകരിക്കാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ കുര്യാത്തി പരമേശ്വരൻ, നാടകകൃത്ത്, അഭിനേതാവ്, 50 വർഷമായി നാടകരംഗത്ത് നിസ്തുലമായ സംഭാവനകൾ നൽകി പ്രവർത്തിക്കുന്നുണ്ട്. നാടകരംഗം ഇടതുപക്ഷ സഹയാത്രികരുടെ കാഹളമായി മാറിയ ആ കാലം ആദ്യമായി ഹിന്ദു വിജയവൈജയന്തി നാടകരംഗത്ത് പാർക്കളിപ്പിക്കാൻ സധൈര്യം മുന്നോട്ട് വന്ന നാടക ആചാര്യനാണ് കുര്യാത്തി പരമേശ്വരൻ. അദ്ദേഹത്തെ സ്നേഹാദരവ് സ്വീകരിക്കാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. PM 1000ഓളം അവാർഡുകൾ നേടിയ എഴുത്തുകാരിയാണ്.
100ഓളം ചെറുകഥകളും 2 നോവലുകളും എഴുതിയിട്ടുണ്ട്. പുനലൂർ SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് അധ്യാപിക, മോട്ടിവേഷണൽ സ്പീക്കർ, കവിയത്രി എന്നീ നിലകളിൽ പ്രശസ്തയായ രശ്മി രാജ് MCom, MA ഇംഗ്ലീഷ്, MSc സൈക്കോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും ഇപ്പോൾ സൈക്കോളജിയിൽ ഗവേഷണവും നടത്തുന്നു. BR അംബേദ്കർ ദേശീയ പുരസ്കാരം, മികച്ച അധ്യാപകയ്ക്കുള്ള ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ദേശീയ പുരസ്കാരം, APJ അബ്ദുൽ കലാം നാഷണൽ അവാർഡ്, ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ സ്ഥിരമായി എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകാൻ ചങ്കൽ S. രാജശേഖരൻ നായരെ ക്ഷണിക്കുന്നു. ശരണ്യ SR ചലച്ചിത്ര താരവും അഭിനേത്രിയുമാണ്. വ്ളോഗർ, മോഡൽ, ടെലിവിഷൻ അവതാരിക, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. ഭരതനാട്യം നർത്തകിയാണ്. അഭിനയ രംഗത്തും വ്ളോഗിംഗ് രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അഭിനേത്രി. 2024 നിശാഗന്ധി IFTV ഫാഷൻ ഷോയിൽ ജൂറിയായിരുന്നു. ജൂറിയുടെ പ്രത്യേക പരാമർശം സ്വന്തമാക്കി ശ്രദ്ധേയമായ വ്യക്തിത്വം ആയി മാറിയ കലാരംഗത്തുള്ള പ്രത്യേക അഭിനിവേശത്തിനായി സ്വയം സമർപ്പിതമായ ശരണ്യ ശശിധരൻ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടുള്ള യാത്രയിലാണ്. ശരണ്യ S. സാറിനെ ഈ സ്നേഹാദരവ് സ്വീകരിക്കാൻ വേദിയിൽ ക്ഷണിക്കുന്നു. ശാന്തിവിള പത്മകുമാർ എക്സ് സർവീസ് ലീഗ് മുൻ താലൂക്ക് പ്രസിഡന്റായിരുന്നു. കിരീടം സിനിമ 35-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് വെള്ളായണിയിലെ എല്ലും തുലിയുമായി മാറിയ കിരീടം പാലത്തിന് അതിനുവേണ്ടി മനുഷ്യാവകാശ കമ്മീഷനടക്കം നിരവധി പരാതികൾ കൊടുത്ത് പാലം നവീകരിച്ച പൊതുപ്രവർത്തകനാണ് ശാന്തിവിള പത്മകുമാർ. അദ്ദേഹത്തിന് മലയാള നെറ്റ്വർക്കിൻ്റെയും ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെയും അംഗീകാരം നൽകുന്നു. അത് സ്വീകരിക്കാൻ അദ്ദേഹത്തെ ആദരവ് ക്ഷണിക്കുകയാണ്. പുരസ്കാര സമർപ്പണം കഴിഞ്ഞു. മുഖ്യ പ്രഭാഷണവും ശങ്കരജയന്തി അനുസ്മരണവും നടത്തുന്നതിന് ശ്രീ K. രാമൻപിള്ള, ഡയറക്ടർ, അരബിന്ദോ പഠന കേന്ദ്രം, അദ്ദേഹത്തെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ചങ്കൽ രാജശേഖരൻ, ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നൽകിയ സ്വാമി ഹരിഹരാനന്ദജി, ഉദ്ഘാടനം ചെയ്ത ശ്രീമതി മല്ലിക സുകുമാരൻ, അതുപോലെ പല കലാരംഗത്തെ പ്രഗത്ഭരായ പല ആളുകൾക്കും പുരസ്കാരങ്ങൾ നൽകി. അവരെല്ലാവരുടെയും പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ശങ്കര ജയന്തി പ്രമാണിച്ച് നമ്മളിന്നിവിടെ കൂടിയിരിക്കുകയാണ്. ആരാണ് ശങ്കരൻ, ശങ്കരൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം. സ്വാമിജി പറഞ്ഞ ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകം ഞാൻ വീണ്ടും ഉദ്ധരിക്കുന്നതിൽ ക്ഷമിക്കണം. ഈ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരു പരമ്പരാം. ഈ ശ്ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ആദിഗുരു സാക്ഷാൽ സദാശിവനാണ്, പരമശിവനാണ്. പിന്നെ അനേകായിരം വർഷങ്ങൾക്കിടയിൽ അനേകായിരം ഗുരുക്കന്മാർ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ സ്മരണയിൽ വരുന്നത് ശങ്കരാചാര്യർ മാത്രമാണ്. ശങ്കരാചാര്യ മധ്യമത്തിൻ്റെ ഏറ്റവും സെൻട്രൽ പോയിൻ്റാണത്. പിന്നെ സ്വന്തം ദക്ഷിണാമൂർത്തി. അപ്പോൾ സ്വന്തം ഗുരു വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് അതും സ്മരിക്കുന്നു. ഈ 3 പേരെ സ്മരിക്കുന്നുള്ളൂ. സ്മരണാർഹരായ ധാരാളം ആളുകൾ ഇതിനിടയിൽ കടന്നു പോയിട്ടുണ്ട്, വ്യാസൻ അടക്കമുള്ള ആളുകൾ. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഈ ശങ്കരാചാര്യർ ജനിച്ചത് നമ്മുടെ ഈ കേരളത്തിലാണെന്നും കേരളത്തിലെ കാലടി ഗ്രാമത്തിലാണെന്നും അഭിമാനകരമായ ഒരു കാര്യമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കേരളീയരെന്നുള്ള നിലയിൽ അനുസ്മരിക്കാവുന്നതാണ്. പക്ഷേ കേരളത്തിൽ ആ നിലയിൽ അദ്ദേഹത്തെ ആദരിച്ചോ അനാദരിച്ചോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഉത്തര ഭാരതത്തിലൊക്കെ പല കാര്യങ്ങളിലും പോയിട്ടുണ്ട്. എവിടെ ചെന്നാലും
കേരളീയൻ എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യരുടെ സ്ഥലമാണ് എന്ന് അവരിങ്ങോട്ട് പറയും. അപ്പം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ശങ്കരാചാര്യരുടെ പ്രാധാന്യം. ഭാരതത്തിൽ എവിടെ ചെന്നാലും ശങ്കരാചാര്യർ ഓർമ്മിക്കപ്പെടുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലെ സ്ഥിതി എന്തായിരുന്നു അത് നമ്മൾ ആലോചിക്കണം. കേരളത്തിൽ അദ്ദേഹം ജനിച്ചു. അദ്ദേഹം ഇത്രയും പ്രധാനപ്പെട്ട ഭാഷ്യങ്ങൾ ബ്രഹ്മസൂത്രത്തിനും ഉപനിഷത്തുകൾക്കും ഭഗവത്ഗീതയ്ക്കും എല്ലാം ഭാഷ്യങ്ങൾ രചിച്ചു. വേറെ നിരവധി കൃതികൾ രചിച്ചു. അങ്ങനെ അതുമാത്രമല്ല, ഈ രാജ്യത്ത് അതുവരെ ഉണ്ടായിരുന്ന സകല ദർശനങ്ങളെയും തത്വശാസ്ത്രങ്ങളെയെല്ലാം യോജിപ്പിച്ചുകൊണ്ട് അദ്വൈതം എന്ന ആശയം ഉദ്ഘാടനം ചെയ്തു. അതായത് അതിൻ്റെ പ്രാധാന്യം വിവരിക്കണമെങ്കിൽ ധാരാളം സംഭവങ്ങൾ പറയാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, കാരണം നമുക്കതിനുള്ള സമയമില്ല. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ചെയ്ത ഒരു കാര്യം, കേരളത്തിലെ നമ്മുടെ ആളുകൾ ചെയ്ത ഒരു ഗുരുനിന്ദ എന്ന് പറയാം, അതെടുത്ത് പറയേണ്ടി വന്നിരിക്കുന്നു. അത് ആരും ക്ഷമിക്കണം എന്ന് പറയാം. കേരളത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിന് മുമ്പ്, ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ വളരെ പ്രചാരത്തിലുണ്ടായിരുന്നൊരു ശങ്കരസ്മൃതി ഉണ്ടായിരുന്നു. ശങ്കരസ്മൃതി ശങ്കരാചാര്യരുടേതാണ് എന്ന് പറഞ്ഞ് ആരോ എഴുതി പ്രചരിപ്പിച്ചൊരു കൃതി. ഈ കൃതിയിലാണ് രാജ്യത്ത് ഏറ്റവും വലിയ അനാചാരങ്ങളും മറ്റും നടപ്പാക്കിയത്. 64 അനാചാരങ്ങൾ നടപ്പാക്കിയിട്ട് ആളുകൾ പറഞ്ഞു ഇത് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളതാണ്. അതിനുള്ള ആധികാരിക ഗ്രന്ഥമാണ് ശങ്കരസ്മൃതി എന്ന് പറഞ്ഞ് നമ്മുടെ സഹോദരന്മാർക്ക് വഴി നടക്കാൻ പാടില്ല, ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, എന്തിന് ക്ഷേത്രത്തിനടുത്തുള്ള പൊതുവഴി പോലും പോകാൻ പാടില്ല. അപ്പോൾ വിദേശത്തുനിന്ന് വന്ന പല ശക്തികളും മിഷണറിമാരുമെല്ലാം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ ഓരോരുത്തരെയും ചൂണ്ടയിട്ട് മതപരിവർത്തനത്തിന് വിധേയമാക്കി. അങ്ങനെ മതപരിവർത്തനം നടത്തിയാൽ അവർക്ക് ഈ ഹരിജനങ്ങൾക്ക് പോകാൻ പാടില്ലാത്ത വഴി കൂടി നടക്കാം. അവർക്കവിടെ തടസ്സമൊന്നുമില്ല. ഇത് സംബന്ധിച്ചുള്ള ആധികാരികമായ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെല്ലാം പറയേണ്ട ആവശ്യമൊന്നും തോന്നില്ല. വൈക്കം സത്യാഗ്രഹത്തിന് ഇടവരുത്തിയ അവിടുത്തെ പൊതുനിരത്തിലൂടെ നടക്കാൻ തടസ്സമുണ്ടാക്കിയത്, അതുപോലെ കൽപ്പാത്തിയിലെ ക്ഷേത്രത്തിനടുത്തുകൂടി വഴി നടക്കാൻ തടസ്സമുണ്ടാക്കി വഴി നടന്നവരുടെ പേരിൽ കേസെടുത്തു. ഹൈന്ദവരായ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെന്ന് വിചാരിക്കുന്ന അവരുടെ പേരിൽ കേസെടുത്തു. അവർ ഒരു അഭിഭാഷകനെ സമീപിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആണെന്ന് തെളിയിച്ചാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കില്ല. അപ്പോൾ ക്ഷേത്രത്തിനടുത്തുള്ള പൊതുവഴി കൂടി ഹിന്ദുവിന് നടക്കാൻ പാടില്ല, ക്രിസ്ത്യാനിക്ക് മുസ്ലിമിന് നടക്കാം. സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ഈ കാര്യത്തിൻ്റെ പേരില്ല. പലർക്കും അതറിയില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഇവിടെയുള്ളവരെല്ലാം ഭ്രാന്തന്മാരാണ്, ഇത് ഭ്രാന്താലയമാണ് എന്ന് പറയാൻ കാരണം. വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ സമയത്ത് മഹാത്മാഗാന്ധി വൈക്കത്തെത്തി അന്വേഷിക്കാനായിട്ട്. അദ്ദേഹം അവിടെ അന്വേഷിച്ചു ആരാണ് ഈ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആളുകൾ പറഞ്ഞു അവിടെയുള്ള ഇണ്ടംതിരുത്തി എന്ന് പറഞ്ഞൊരു മനയുണ്ട്, അവിടുത്തെ നമ്പ്യാതിരിയാണ്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് ഗാന്ധിജി ആഗ്രഹം പ്രകടിപ്പിച്ചു. അതനുസരിച്ച് നമ്പ്യാതിരിയെ വിവരം അറിയിച്ചു. നമ്പ്യാതിരി പറഞ്ഞു അദ്ദേഹത്തിന് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഗാന്ധിജി പിറ്റേ ദിവസം അവിടെ ചെല്ലാമെന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് അവർ തമ്മിൽ ചർച്ചയുണ്ടായി. ധാരാളം ആളുകൾ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഗാന്ധിജി ചോദിച്ചത് എന്തടിസ്ഥാനത്തിലാണ് ഈ പൊതുവഴിയിലൂടെയുള്ള യാത്ര നടക്കാനുള്ള സ്വാതന്ത്ര്യം തടയുന്നത് എന്ന് ചോദിച്ചു. അതേപോലെ അതിന് ധർമ്മശാസ്ത്രങ്ങളുണ്ട്. നമ്പ്യാതിരി പറഞ്ഞു ധർമ്മശാസ്ത്രങ്ങളുണ്ട്. ആരിതുണ്ടാക്കിയതാണ്? സാക്ഷാൽ ശങ്കരാചാര്യർ ഉണ്ടാക്കിയ ധർമ്മശാസ്ത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഒരു സംസ്കൃത ഗ്രന്ഥം എടുത്ത് കാണിച്ചു. അപ്പോൾ ഗാന്ധിജിക്ക് സംസ്കൃതത്തിൽ കുറച്ചൊക്കെ അറിയാമെങ്കിലും വലിയ പാണ്ഡിത്യമൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇത് സംസ്കൃതത്തിൽ എന്തെങ്കിലും പാണ്ഡിത്യമുള്ളവരെ? അപ്പോൾ ഒരു യുവാവ് മുന്നോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണൻ എംബ്രാന്തിരി എന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ സംസ്കൃതത്തിൽ MA പാസ്സായിട്ടുണ്ട്. എൻ്റെ ഐച്ഛിക വിഷയം ശങ്കരവേദാന്തമായിരുന്നു. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ശങ്കരവേദാന്തം ഐച്ഛികമായി MA പാസ്സായിട്ടുള്ള ആളാണ്.
അപ്പോൾ ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ കൊടുത്തു. അങ്ങനെ കൃഷ്ണൻ ഭ്രാന്തിനി അത് വായിച്ചതിന് ശേഷം ഗാന്ധിജിയോട് പറഞ്ഞു, ഇത് ആദി ശങ്കരാചാര്യരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ശങ്കരാചാര്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധമില്ല. അദ്ദേഹത്തിൻ്റെ കൃതികളിലോ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലോ ഒരു സ്ഥലത്തും ഈ തരത്തിലുള്ള അനാചാരം നിർദ്ദേശിച്ചിട്ടില്ല. ഇത് ആരോ എഴുതിയുണ്ടാക്കിയ ക്ഷുദ്രകൃതിയാണ്. ഇവിടെ ഹിന്ദുക്കളിൽ നിന്ന് ആളുകളെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കാരണമുണ്ടാക്കുകയായിരുന്നു. സ്വാമികളായിരുന്നു ആ യുവാവ്. അതെ, അദ്ദേഹമാണ് ആ യുവാവാണ്, ആ കൃഷ്ണൻ എമ്പ്രാന്തിരിയാണ് പിൽക്കാലത്ത് ആഗമാനന്ദ സ്വാമികളായി ഈ കേരളം മുഴുവൻ നടന്ന് ഈ ശങ്കര ആശയങ്ങളെപ്പറ്റിയും സ്വാമി വിവേകാനന്ദൻ്റെയും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ എല്ലാം ആശയ പ്രചരണത്തിന് വേണ്ടി അദ്ദേഹത്തെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയായിരുന്നു. ജീവിതകാലം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരുന്നു കേരളം മുഴുവനും. അപ്പോൾ ഇങ്ങനെ ഒരു മഹാനെ തെറ്റിദ്ധരിപ്പിക്കാൻ നമ്മുടെ ചില ആളുകൾ ശ്രമിച്ചു എന്നുള്ളത് ചരിത്ര വസ്തുത ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇങ്ങനെ മേലിലും വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഞാനിത് പല ഭാഗത്തും കേട്ടിട്ടുണ്ട്. ആളുകൾ ഈ അനാചാരങ്ങൾ ശങ്കരാചാര്യർ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം ഈ ക്ഷുദ്രകൃതിയാണ്. ഈ നാഥനില്ലാത്ത ഒരു കൃതി പൊക്കി പിടിച്ചുകൊണ്ടാണ് ഈ ശങ്കരാചാര്യർക്കെതിരായിട്ട് പ്രചരണം നടത്തിയത്. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഈ ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറഞ്ഞ് രണ്ടില്ല, ഒന്നേ ഉള്ളൂ ബ്രഹ്മം, അതിൻ്റെ പ്രതിഭാസങ്ങളാണ് ബാക്കി ഈ ലോകത്തിലുള്ള കാണുന്നതെല്ലാം എന്ന് പറഞ്ഞ ഒരാളിൻ്റെ മേൽ ഇങ്ങനെയുള്ള വെറും എന്ന് പറഞ്ഞാൽ വളരെ തരം താഴ്ന്ന ഒരാശയം അദ്ദേഹത്തിൻ്റേതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് പാവപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരെ ആട്ടി അകറ്റിയിരുന്ന ആ കാലഘട്ടത്തെപ്പറ്റി, അതിൻ്റെ ദുഷ്ടഫലങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. അവരുടെ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശം എങ്ങനെയെങ്കിലും ആളുകളെ കൺവേർട്ട് ചെയ്ത് മറ്റു മതസ്ഥിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെയുള്ള ശങ്കരാചാര്യരെ ലോകസമക്ഷം ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കാൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരിശ്രമിച്ച ഒരു മഹാപുരുഷനാണ് സ്വാമി ആഗമാനന്ദ. അതുപോലെ പിന്നീട് പലരും ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ക്ഷുദ്രകൃതിയെ ആരും വെച്ച് പൂജിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ തിരുവനന്തപുരത്ത് ഒരാളുടെ കൈവശം ഉണ്ടായിരുന്നു, ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മഹാനായ ശങ്കരാചാര്യർ ലോകത്തിൽ തന്നെ, കേരളത്തിലോ അല്ലെങ്കിൽ ഭാരതത്തിലോ മാത്രമല്ല, ലോകത്തിലെ ഇതിൻ്റെ അത്ഭുത ബുദ്ധി, ഒരു വളരെ അത്ഭുതകരമായ ബുദ്ധിശക്തിയും മറ്റും ഉള്ള മഹാനായ ഒരു സന്യാസി എന്ന് പറയാം. സന്യാസിയായിരുന്നു ചെയ്യും. അതും 32 വർഷം കൊണ്ട് അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ഈ കൃതികൾ എഴുതിയെന്ന് മാത്രമല്ല, അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിച്ച് കാൽനടയായിട്ടാണ്, ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നുമില്ല, കാൽനടയായിട്ട് സഞ്ചരിച്ച് അദ്ദേഹം അനേകം സമ്പ്രദായക്കാരുമായിട്ട് സംവാദമുണ്ടാക്കി. അതിൽ നിന്നും ധാരാളം ശിഷ്യന്മാരെ അദ്ദേഹത്തിന് ശിഷ്യന്മാരായി. മണ്ഡന മിശ്രൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനുമായിട്ട് വാഗ്വാദത്തിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി സ്വന്തം ശിഷ്യനാക്കി മാറ്റി. അദ്ദേഹമാണ് സുരേശ്വരാചാര്യർ എന്നത് അറിയപ്പെടുന്നത്. ഈ രീതിയിൽ പല സ്ഥലത്തും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ അദ്ദേഹം ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഏകത മനസ്സിലാക്കിയിട്ട് ഈ ഉത്തരം യസ് സമുദ്രസ്യ ഹിമാലയശൈവ ദക്ഷിണം വസന്തത് ഭാരതം നാമ ഭാരതീയത്ര സന്തതി എന്നുള്ള പ്രസിദ്ധമായ ആ സൂക്തം, അതിൽ വ്യക്തമാക്കിയിട്ടുള്ള അതിർത്തികൾ ഹിമാലയം മുതൽ സമുദ്രം വരെ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും തെക്കുമുള്ള സമുദ്രവും ഈ മേഖലകളെ അതിർത്തി പ്രദേശത്ത് 4 ആശ്രമങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചത്. അതിലും ഏറ്റവും വിശ്വസ്തരായ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ അതിൻ്റെ മഠാധിപതിയിലാക്കി വെച്ചു. അങ്ങനെ ഭാരതം എന്നതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പത്തെ വ്യക്തമായി ഭൂമിശാസ്ത്രം നമ്മൾ വരച്ച് കാണിക്കുന്നത്. ഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ ഒരു പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേര് സൗത്തിങ് കട്ട് എന്നാണ്. കട്ടിങ് സൗത്ത് എന്നാണ്. അതായത് ദക്ഷിണ ഭാഗത്തെ ഉത്തരഭാഗത്ത് നിന്ന് വെട്ടിമുറിക്കുക, ഭാരതത്തെ വെട്ടിമുറിക്കുക. 2 വിഭജനം കൊണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടായതുകൊണ്ട് തൃപ്തിപ്പെടാതെ ഇനി തെക്കൻ പ്രദേശങ്ങളും ഒന്ന് വെട്ടിമുറിച്ച് വേറെയാക്കണം എന്നാഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഇവിടെ കേരളത്തിൽ ഒരു പ്രസ്ഥാനം തുടങ്ങി. അതാണ് കട്ടിങ് സൗത്ത്. അവരെവിടെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്? ഭാരതത്തിൻ്റെ തെക്കൻ പ്രദേശത്തെ ഭാരതത്തിൽ നിന്ന് മാറ്റാൻ. ഈയിടെ അതിൻ്റെ പേരിലൊരു കൺവെൻഷൻ എറണാകുളത്ത് നടന്നു.
നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാനും പോയിരുന്നു. ഇത്തരം വിഭജന വാസനകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. വളരെ സൂക്ഷിക്കണമെന്നുള്ളതുകൊണ്ടാണ്. വളരെ ആപൽക്കരമായിട്ടുള്ളൊരു നീക്കമാണത്. രണ്ട് വിഭജനത്തിൻ്റെ കരുതികൾ നമ്മൾ ഇനിയും അനുഭവിച്ച് തീർന്നിട്ടില്ല. ധാരാളം കരുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കൂടെ ഇനി മറ്റൊരു വിഭജനം കൂടി ഉണ്ടാക്കുക എന്നുള്ളത് സഹിക്കാൻ കഴിയില്ല. പക്ഷെ ഇവർക്ക് വിഭജിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ഭാരതത്തിലെ പ്രധാനപ്പെട്ട 3 ദർശനങ്ങളുടെ 3 ചിന്താധാരകളുടെ ആസ്ഥാനങ്ങൾ ദക്ഷിണ ഭാരതത്തിലാണ്. ദ്വൈതം, വിശിഷ്ടാദ്വൈതവും അദ്വൈതം. ശങ്കരാചാര്യർ കേരളത്തിൽ ജനിച്ചു. വിശിഷ്ടാദ്വൈതത്തിൻ്റെ ആചാര്യനായ രാമാനുജാചാര്യർ തമിഴ്നാട്ടിൽ ജനിച്ചു. മറ്റേ കർണാടകത്തിൽ മധ്വാചാര്യർ ജനിച്ചു ദ്വൈതത്തിൻ്റെ. അപ്പം അത് 3 സൗത്തിലാണ്. പിന്നെ ഉടുപ്പിയിൽ ഗംഗേച്ച യമുനേച്ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരുവേ. നമ്മൾ ഏതൊരു ഭാരതീയനും രാവിലെ എഴുന്നേറ്റിട്ട് ആചമനം ചെയ്യുന്ന ജലം ഗംഗാജലമായിട്ടാണ്. അതിന് ഈ 7 നദികൾ നമ്മൾ സ്മരിക്കുന്നു. അതിൽ 2 നദികളും ഈ സൗത്തിലാണ്. വെട്ടിമുറിക്കുമ്പോൾ ഈ 2 നദികളെ വെട്ടിമുറിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തൊരു അബദ്ധമാണ് പറഞ്ഞു പഠിച്ചത്. പക്ഷേ അത് വലിയ ആപൽക്കരമാണ് അത്തരത്തിലുള്ള ചിന്താഗതികൾ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ പറയണം. അപ്പോൾ അതുകൊണ്ട് ശ്രീ ആദിശങ്കരാചാര്യരെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പരമാവധി ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിച്ച് ഈ രാജ്യത്തിൻ്റെ ഐക്യവും ഭദ്രതയും കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കണം. അതിനുവേണ്ടിയുള്ള ഇത്തരം പ്രസ്ഥാനങ്ങൾ കൂടുതലായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഈ പരിപാടി തുടങ്ങിയപ്പോൾ സ്വാഗതം ആശംസിച്ച സമയത്ത് എത്തിച്ചേരാതിരുന്ന ശ്രീമതി സോണിയ മൽഹാർ ഒരു രാഗമാണ്, മഴയുടെ രാഗം. സോണിയ മൽഹാർ അതുപോലെ തന്നെ അലയൊഴുകുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ്. നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ മലയാള ചലച്ചിത്ര രംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന സോണിയ മൽഹാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സസന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സോണിയ മൽഹാറിനെ ആദരിക്കാനായി ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ചെയർമാൻ പ്രസിഡന്റ് ശ്രീ എം ഗോപാലിനെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രഭാഷണത്തിനായി സ്വാമി രാജവൈദ്യൻ മോഹൻലാലിനെ ക്ഷണിക്കുകയാണ്. പരമശിവശേഷ പാരമ്പര്യക്രമേണ സ്വഗുരുപാദാംബുജം യാവത്താവത് പ്രണവമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മത് ആചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഈ സഭയുടെ അധ്യക്ഷൻ ശ്രീ ചെങ്കൽ രാജശേഖരൻ സാർ, ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് എം ഗോപാൽജി, രാമപിള്ള സാർ, മല്ലിക ചേച്ചി, സംപൂജ്യ സ്വാമിജി, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട മഹാത്മാക്കളെ എല്ലാവർക്കും പ്രണാമം. ജഗദ്ഗുരു ശങ്കരാചാര്യ ഭഗവത്പാദരെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നാമൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പരിമിതമായ മണിക്കൂറുകളില്ല, മിനിറ്റുകൾ മാത്രം. ദിവസങ്ങളോളം ചിന്തിച്ചാലും ചർച്ച ചെയ്താലും തീരാത്ത അത്രത്തോളം വിപുലമായ വിഷയങ്ങൾക്കുടമയായ ആചാര്യ ഭഗവത്പാദരെക്കുറിച്ച് മിനിറ്റുകൾ കൊണ്ട് എന്ത് പറയാൻ. കുറേയൊക്കെ സംപൂജ്യ സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചു.
അദ്ദേഹത്തിൻ്റെ ജന്മം തന്നെ എങ്ങനെയായിരുന്നു? സാക്ഷാൽ ശങ്കരൻ തന്നെയാണ് ആചാര്യസ്വാമികളായി ജനിച്ചതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ജനിച്ച ഏതാനും 2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിതാവ് മരിച്ചു. അസാധാരണവും അമാനുഷികവുമായിട്ടുള്ള ഒരു ജന്മം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് 8 വയസ്സ് കൊണ്ട് തന്നെ കേരളീയർ അന്ന് മനസ്സിലാക്കിയിരുന്നു. 8 വയസ്സ്, 5-ാമത്തെ വയസ്സിൽ ഉപനയനം കഴിഞ്ഞു. ദീക്ഷാ സമ്പ്രദായത്തിൽ അദ്ദേഹം ഭിക്ഷ സ്വീകരിച്ചുകൊണ്ട് 3 വർഷക്കാലം വിദ്യ അഭ്യസിക്കുന്ന സമയത്ത് 5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി. ഒരു വീട്ടിൽ ഭിക്ഷ ചോദിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ അമ്മ പരതി ഒരു ഉണങ്ങിയ നെല്ലിക്ക മാത്രമാണ് ആ അമ്മയ്ക്ക് കിട്ടിയത്. ആ അമ്മ സന്തോഷത്തോടെ അതുകൊണ്ട് കൊടുത്തു. അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ശങ്കരൻ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി പിറക്കുന്നത്. കനകധാരാ സ്തോത്രം എന്ന ലക്ഷ്മി സ്തവം, കനകധാരാ സ്തോത്രം അത് ചൊല്ലി ലക്ഷ്മി ദേവിയോട് സ്തുതിച്ചപ്പോൾ അപ്പോൾ തന്നെ സ്വർണ്ണ നെല്ലിക്കകൾ വർഷിച്ചതായിട്ടാണ്. അവിടെ മുതൽ 5-ാമത്തെ വയസ്സ് മുതലാണ് അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം, അത്ഭുതങ്ങൾ. അപ്പൊ അവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ അത്ഭുത സിദ്ധികൾ നാം കാണുകയാണ്. ഒരിക്കലും ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത അത്ര കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിനെ പറ്റി കഥകൾ, 100 കണക്കിന് കഥകളാണുള്ളത്. ഓരോ സൃഷ്ടി നടക്കുന്നതിൻ്റെയും പിന്നിൽ ഓരോ കഥയുണ്ട്. ഓരോ ശിഷ്യനെയും സ്വീകരിക്കുമ്പോൾ, ശിഷ്യനാക്കി മാറ്റുമ്പോൾ അതിൻ്റെ പിന്നിൽ അതിലധികവും കഥകളുണ്ട്. അനുകൂലവും പ്രതികൂലവുമായ കഥകൾ നിറഞ്ഞതാണ് ശങ്കരാചാര്യ ചരിത്രം. അതിൽ ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള കഥകളെ വിസ്മരിക്കുക. ഞാൻ പറഞ്ഞത് അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ കഥകളല്ല. അദ്ദേഹത്തിൻ്റെ 100 കണക്കിന് ഏകദേശം 300ഓളം സൃഷ്ടികൾ, ആ സൃഷ്ടികളിലുള്ള തത്വങ്ങളെ, ആത്മതത്വത്തെ ചിന്തിക്കുക. അതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യേണ്ടത്. കഥകളിലേക്ക് ഇറങ്ങിപ്പോയി ഗവേഷണം ചെയ്യുന്നവരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത്. കഥകൾക്കല്ല പ്രസക്തി, ആ തത്വങ്ങളിലാണ്, ആ തത്വത്തിലാണ് പ്രസക്തി. നമ്മുടെയൊക്കെ സമയം അതിനു വേണ്ടിയാണ് നാം വിനിയോഗിക്കേണ്ടത്. ഒരു പക്ഷേ നിങ്ങളൊക്കെ മിക്കവാറും കാണുന്നുണ്ടായിരിക്കാം സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ. കഴിഞ്ഞ കുറേ കാലങ്ങളായി, കുറേ വർഷങ്ങളായി ആചാര്യസ്വാമികൾക്ക് ജാതിയില്ല. ഒരിക്കലും ഒരു ആത്മജ്ഞാനിക്ക് ജാതി ഉണ്ടാവില്ല. ആചാര്യസ്വാമിയുടെ ജാതി തിരയുന്ന കാലമാണിന്ന്. ആചാര്യസ്വാമിയെ വിശ്വകർമ്മ കുലത്തിൽ ജനിച്ചതെന്ന് ചില സന്യാസിമാർ പോലും പറയുന്ന, ദശനാമിയല്ല, അവിടെ ഞാൻ അടിവരയിടുന്നു, ചില സന്യാസിമാർ പോലും പരസ്യമായി ശങ്കരാചാര്യരെ വിശ്വകർമ്മ കുലജാതനായിട്ട് വിശേഷിപ്പിക്കുന്നത് കാണുന്നുണ്ട്. ഇന്നലെ ഞാൻ കണ്ടു. ആ കാലഘട്ടത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ശങ്കരാചാര്യ സ്വാമിക്ക് മാത്രമല്ല, ചട്ടമ്പി സ്വാമിക്ക് ജാതിയുണ്ടോ? ശ്രീനാരായണ ഗുരുദേവന് ജാതിയുണ്ടോ? ജാതി ഉണ്ടെങ്കിൽ അദ്ദേഹം ആത്മജ്ഞാനി അല്ല എന്നുള്ളതാണ്. ആ ജാതി വക്താവായിട്ട് മാറ്റുന്നവർ ചിന്തിക്കേണ്ടത് അവർ ഗുരുസ്ഥാനത്ത് കാണുന്നവർ ആത്മജ്ഞാനികളല്ല എന്ന് പറയുന്നതിന് തുല്യമാണത്. ഒരിക്കലും ഒരു ആത്മജ്ഞാനിക്ക് ജാതി ഇല്ല. ഓരോ കൃതിയെയും പരിശോധിക്കുമ്പോൾ ഇവിടെ സ്വാമിജി സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ഗുരു ഗോവിന്ദ ഭഗവത് പാദർ മധ്യപ്രദേശില് ഓംകാരേശ്വരത്ത് അദ്ദേഹത്തെ കണ്ടെത്തിയപ്പോൾ താങ്കൾ ആരാണ് എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് ദശശ്ലോകം, 10 ശ്ലോകങ്ങളാണ്. അത് സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ ഭൂമിയല്ല,
ഞാൻ ജലമല്ല, ഞാൻ അഗ്നിയല്ല, ഞാൻ വായുവല്ല, ഞാൻ ആകാശമല്ല, ഞാൻ പഞ്ചേന്ദ്രിയങ്ങളല്ല, പഞ്ചതന്മാത്രകളോ അല്ല, ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല. പിന്നെന്താ? ഇത് തന്നെയല്ലേ രമണ മഹർഷിയും ഞാൻ ആരാണ്, ഹൂ ആം ഐ എന്ന പുസ്തകത്തിലൂടെ ചോദിച്ചത്? ഞാൻ ആരാണ്? രമണ മഹർഷിയും ഇത് തന്നെയല്ലേ പറഞ്ഞത്? ഓരോ ആത്മജ്ഞാനിയായ ഗുരുക്കന്മാരും നമ്മുടെ മുന്നിലേക്ക് പറയുന്നത് ആദ്യം ഞാൻ ആരാണ് അത് തിരിച്ചറിയുക. അപ്പോൾ മനസ്സിലാകും ഞാൻ ആണല്ല, ഞാൻ പെണ്ണല്ല, എനിക്ക് ജാതിയില്ല, മതമില്ല, ഞാൻ ഇതിനെല്ലാത്തിനും പഞ്ചേന്ദ്രിയങ്ങൾക്കും പഞ്ചകർമ്മേന്ദ്രിയങ്ങൾക്കും പഞ്ചപ്രാണനികൾക്കും പഞ്ചതന്മാത്രകൾക്കും പഞ്ചഭൂതങ്ങൾക്കും ആധാരമായിരിക്കുന്നത്, മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനും പ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്ന ചൈതന്യമാണ്, ആ ആത്മാവാണ് ഞാൻ. ഇത് തിരിച്ചറിയുന്നതാണ് ആത്മീയത. ഒരിക്കലും മതത്തിലൂടെ ആത്മീയത നേടുന്നില്ല. മതം ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആത്മീയത മതത്തിന് അതീതമാണ്. പക്ഷെ അച്ചടക്കമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ ആത്മീയതയിലേക്ക് ഉയരാൻ കഴിയൂ. അതിനുള്ള മാർഗങ്ങളാണ് ആചാര്യന്മാരെല്ലാം നമുക്ക് തന്നിട്ടുള്ളത്. വ്യാസഭഗവാന്റെ കാലം എടുക്കാം. നേരത്തെ പറഞ്ഞു സദാശിവ സമാരംഭം. സദാശിവൻ ദക്ഷിണാമൂർത്തിയാണ്, സാക്ഷാൽ ശിവനാണ്. പക്ഷേ മനുഷ്യവംശത്തിലെ ആദ്യ ഗുരുവായി നാം വിശ്വഗുരുവായി കാണുന്നത് വ്യാസൻ. ആ വ്യാസൻ മുതൽ ഇങ്ങോട്ട് എടുക്കൂ. ദർശനാചാര്യന്മാരെ കപില മഹർഷിയും പതഞ്ജലിയും കണാദനും ഗൗതമനും ജൈമിനിയും ഒക്കെ അവർ നമുക്ക് വേദോഖിലം ധർമ്മമൂലം സ്വാമിജിയോട് പറഞ്ഞു. സർവധർമ്മത്തിന്റെ മൂലം വേദമാണ്. ആ വേദത്തെ അടിസ്ഥാനമാക്കി ജ്ഞാനങ്ങളെ വിവിധ ഭാഗങ്ങളായി നമ്മുടെ മുന്നിലേക്ക് തന്നിരിക്കുന്നു. അതിനുശേഷം മധ്യകാലഘട്ടത്തിൽ വന്നപ്പോൾ ബൗദ്ധ കാലഘട്ടം നശിപ്പിച്ച സനാതന ധർമ്മത്തെ പുനരുദ്ധരിക്കാൻ, വീണ്ടെടുക്കുവാൻ ആചാര്യൻ ജനിച്ചു. ആചാര്യന്റെ പ്രധാന ശിഷ്യന്മാർ, നിരവധി ശിഷ്യന്മാരിൽ പ്രധാന ശിഷ്യന്മാർ സ്വാമിജിയോട് പറഞ്ഞു. പത്മപാദരും ആനന്ദഗിരി എന്ന തോടകനും ഹസ്താമലകനും സുരേശാചാര്യയും ഒക്കെ നാം കണ്ടു. ഈ ആധുനിക കാലഘട്ടത്തിൽ എത്തിച്ചേരുമ്പോൾ രാമകൃഷ്ണ പരമഹംസനും സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും അയ്യാ വൈകുണ്ഠസ്വാമികളും തൈക്കട്ട അയ്യാവും ശുഭാനന്ദ ഗുരുദേവനും തപോവന സ്വാമികളും ചിന്മയാനന്ദ സ്വാമിയും സത്യാനന്ദ സരസ്വതി തിരുപ്പാദങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി ആചാര്യന്മാർ നമുക്ക് ഈ മാർഗങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്കിതൊന്നും വേണ്ട. നാം ചെയ്യുന്നത് ഇംഗ്ലീഷുകാരൻ എന്തു പറയുന്നു, അവൻ പറയുന്നതാണെങ്കിൽ ഞാൻ വിശ്വസിക്കും. ലോകത്തിന്റെ ഗുരുസ്ഥാനത്തുള്ള ഭാരതത്തിലെ ആചാര്യന്മാർ നമുക്ക് തന്നതൊന്ന് തിരിഞ്ഞു നോക്കാൻ, അതിനെങ്കിലും നാം ഒന്ന് ശ്രമിക്കണ്ടേ? ഈ ആചാര്യസ്വാമി ജയന്തി ദിനത്തിലെ ഈ ചിന്തിക്കുന്ന ഈ നിമിഷങ്ങൾ അതിനൊരു തുടക്കമായാൽ, നാം ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിന് അത് പകർന്നു കൊടുക്കുവാനായാൽ, ഇന്നിവിടെ നാം കൂടിയ കുറച്ച് മിനിറ്റുകൾ അർത്ഥമുള്ളതാണെന്ന് കരുതിക്കൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടെ തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആശംസകൾ അർപ്പിക്കാൻ ശ്രീ ആരനാട് സുഗതനെ ആദരവോടെ ക്ഷണിക്കുന്നു. വിശിഷ്ട സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന മാന്യ വേദിയിലിരിക്കുന്നവർക്കും സദസ്സിലിരിക്കുന്നവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഈ പ്രത്യേക ദിവസം ഇങ്ങനെ ഒരു ആദരവിന് എന്നെയും ഇന്നിവിടെ
ആദരവേറ്റ് വാങ്ങിയവരെയും അതിനെ തിരഞ്ഞെടുത്തതിനോട് ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ ഓരോ പ്രവർത്തകരോടും, പ്രത്യേകിച്ച് എൻ്റെ ഗുരുസ്ഥാനീയനും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ശ്രീ ഗോപാൽജിയോടും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസയ്ക്കായി ശ്രീ വെങ്ങാനൂർ ഗോപകുമാർ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിന് പുതിയ ഇടം നൽകിയ ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ അവർകൾ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മല്ലിക മാം, രാഷ്ട്രീയ ഗുരുനാഥനായിട്ടുള്ള ശ്രീ രാമപിള്ള സാർ, അഭിവന്ദ്യനായിട്ടുള്ള സ്വാമിജി, എനിക്ക് ഏറ്റവും ഗുരുതുല്യനായിട്ടുള്ള ശ്രീ ഗോപാൽജി, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ശ്രീ ശങ്കര ജയന്തിയോടനുബന്ധിച്ച് ഒരു ആദരിക്കൽ അല്ലെങ്കിൽ സ്നേഹാദരവ് നൽകിയുണ്ടായി. ആത്മീയവും ഭൗതികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അതിൽ 2 വരി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ തന്നെ ഭാവിയിലെ കനകം വിളയിക്കേണ്ട ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം കലാപകാരികൾ ചൈനയുടെ കാശ് വാങ്ങിക്കൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തി ആ വിഴിഞ്ഞം തുറമുഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഏകദേശം 1.5 വർഷത്തിന് മുമ്പാണ്. അതിനെതിരായിട്ട് ഈ തിരുവനന്തപുരത്തെ ജനത ഐതിഹാസികമായിട്ടുള്ള സമര പോരാട്ടം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ആ പോരാട്ടത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകി ഇന്ന് വിഴിഞ്ഞം തുറമുഖം സെപ്റ്റംബർ മാസം യാഥാർത്ഥ്യമാകുന്നുണ്ട് എങ്കിൽ അതിൽ വലിയൊരു പങ്കാളിത്തം ഗോപാൽജിയുടെ നേതൃത്വത്തിലുള്ള ഈ ഹിന്ദുധർമ്മ പരിഷത്തിനുണ്ട്. കാരണം അവിടെ എല്ലാ ദിവസവും ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പ്രവർത്തകർ ആ മുല്ലൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ചുണ്ടായിരുന്നു. കാരണം മറുഭാഗത്ത് കലാപം അഴിച്ചുവിട്ട് പോലീസ് സ്റ്റേഷൻ പോലും കത്തിക്കാൻ ജമ്മു കാശ്മീരിലെ തീവ്രവാദികൾ ചെയ്യുന്നത് പോലെ ഈ വിഴിഞ്ഞത്ത് തിരുവനന്തപുരത്ത് മതത്തിൻ്റെ പേരിൽ ആ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കത്തിച്ചു, ഹിന്ദു വീടുകൾ അടിച്ചു തകർത്തു. ആ സമയത്ത് എല്ലാവിധത്തിലുള്ള പിന്തുണയുമായിട്ട് എത്തിയത് ഹിന്ദു ധർമ്മ പരിഷത്ത്. അതിനോടൊപ്പം തന്നെ ആദ്യമായിട്ട് കേരളത്തിൽ ആ സമരത്തിനെതിരായിട്ട് ഒരു പ്രമേയം പാസ്സാക്കാൻ തയ്യാറായത് ഭാരതീയ വിചാര കേന്ദ്രം. പോരാഞ്ഞിട്ട്, അതായത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, ഹിന്ദു സംഘടനകളുടെ പ്രവർത്തനം ഈ തിരുവനന്തപുരത്തുള്ളത് കൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ തൂത്തുക്കുടിയിൽ വേദാന്തം ടെർമിനൽസ് ഇല്ലാതാക്കിയതുപോലെ 15,000 കോടി രൂപ മുതൽ മുടക്കിയ വേദാന്തം ടെർമിനൽസിനെയാണ്, അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോപ്പർ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. അപ്പോൾ വേദാന്തം കോപ്പർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയായിരിക്കും ഏറ്റവും കൂടുതൽ കോപ്പർ ഉൽപ്പാദിപ്പിക്കുന്നത്. കയറ്റുമതി ചെയ്യുന്നത് ചൈനയാണ്. അതിനെ തകർക്കാൻ ചൈനയുടെ കാശ് വാങ്ങിക്കൊണ്ട് ലത്തീൻ പാതിരിമാർ ആ സമരം നയിച്ചു. അടുത്ത കൂടംകുളം പദ്ധതി തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഒരു രാജ്യത്തിൻ്റെ വൈദ്യുതി ഇല്ലാതായാൽ രാജ്യത്തിൻ്റെ വികസനം ഇല്ലാതാവും. അതുപോലെ ഒഡീസയിൽ പോക്സോ കമ്പനി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്, കയറ്റുമതി ചെയ്യുന്ന ചൈനയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒന്നാമത് അതിനെയും അടിച്ചതോർത്തു. അപ്പോൾ കൊളംബോയിൽ, സിംഗപ്പൂരിൽ, ദുബായിൽ 3 പോർട്ടുകളിൽ പോകുന്ന മുഴുവൻ ഷിപ്പുകളും വരേണ്ടത് ഇവിടെ ഇന്ത്യയിലാണ്. അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ചൈനയുടെ കാശ് വാങ്ങിക്കൊണ്ട് ഈ പാതിരിമാർ ആ സമരം നടത്തിയപ്പോൾ ആ സമരത്തിന് അനുകൂലമായിട്ട് നിൽക്കാൻ, ആ തകർത്തത് ശരിയാണെന്ന് പറയാൻ ലോഹയിട്ട പാതിരിമാർ
പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസുകൾ ഉൾപ്പെടെ വിഡ്രാ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനത ഇവിടെ വിറങ്ങലിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം അവരെ ചെറുത്ത് ഈ വിധി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ ഞങ്ങൾ നാട്ടുകാർക്കെതിരെ ഇപ്പോൾ കേസുണ്ട്. 180 കേസുകളാണ് ഈ മതത്തിന്റെ പേരിലുള്ള ആൾക്കാരുടെ കേസുകൾ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഇത് ഹിന്ദു സംഘടനകൾ ശക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇതെല്ലാമാണ് എങ്കിൽ പോലും, എത്ര തന്നെ വലിയ ചട്ടമ്പിമാര് ആണെങ്കിൽ പോലും, ഹിന്ദു ഐക്യവേദിയുടെ 30-ാം തീയതി നടന്ന ഐതിഹാസികമായിട്ടുള്ള ആയിരക്കണക്കിന് ഹൈന്ദവ ജനത അങ്ങോട്ടേക്കൊന്ന് മാർച്ച് ചെയ്തതിൻ്റെ 3-ാമത്തെ ദിവസം ഈ പാതിരിമാര് ആ സമരം അവസാനിപ്പിച്ച് അവിടുന്ന് ഭാണ്ഡമെല്ലാം എടുത്ത് ഒഴിഞ്ഞുപോയി എങ്കിൽ അത് ഈ തിരുവനന്തപുരത്തെ ഹൈന്ദവ ജനതയുടെ വിജയമാണ്. അതുകൊണ്ടാണ് ഇന്നിവിടെ ഇത് യാഥാർത്ഥ്യമായത്. ഞങ്ങൾ അവിടെ നിന്നൊരു മാർച്ച് വന്നപ്പോൾ ഗോപാൽജിയുടെ നേതൃത്വത്തിലെല്ലാം തന്നെ പുഷ്പവൃഷ്ടിയോടുകൂടിയിട്ടാണ് തിരുവനന്തപുരത്ത് ആ മുല്ലൂരിലെ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരെ. അതിൽ ഞങ്ങൾക്കൊരു വിജയം നോക്കി കാണാൻ കഴിഞ്ഞത് എല്ലാ ഹിന്ദു സംഘടനകളും ഒരുമിച്ചുണ്ടായിരുന്നു. NSS, SNDP, സംഗീത് കുമാർ സാറ്, അതേപോലെ തന്നെ SNDPയുടെ നേതാക്കന്മാർ, വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആശീർവാദം എന്തെന്ന് പറഞ്ഞാൽ ഇത് വന്നേ തീരൂ, ഈ പാതിരിമാരെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. അവസാനം ഈ തിരുവനന്തപുരം വിജയിച്ചു. അത് ഇന്ത്യയുടെ വിജയമാണ്. കാരണം ഇന്ത്യയുടെ വിജയമാണ്. അത് തകർന്നു എങ്കിൽ നരേന്ദ്രമോദി സ്വപ്നം കാണുന്നത് ലോകത്തിലെ 1-ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ആ സാമ്പത്തിക ശക്തി, അതാണ് ഞാൻ നേരത്തെ പറയുന്നത്, കനകം വിളയാൻ വേണ്ടി പോകുന്നത്. ശങ്കരാചാര്യരും ഗണകധാരയുമായിട്ടുള്ള ആ ബന്ധം നമ്മളൊന്ന് ഓർമ്മിച്ചാൽ മതി. ആത്മീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭൗതിക ജീവിതക്രമം, ഇതാണ് നമ്മുടെ ഭാരതീയ ധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭാരതത്തിൽ കനകം വിളയാൻ പോകുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ വളർച്ച ഇന്ത്യയാണ്. അത് വിഴിഞ്ഞം തുറമുഖത്തിലൂടെയാണ്. അതിനെ ഹിന്ദു സംഘടനകൾ ഉള്ളിടത്തോളം കാലം, അതേപോലെ തന്നെ എല്ലാ പ്രസ്ഥാനങ്ങളും, ഇവിടുത്തെ തിരുവനന്തപുരത്തെ മുഴുവൻ ജനതയും ഇനി ഒരാൾ പോലും അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ അനക്കിയാൽ ശക്തമായിട്ട് പോരാടാൻ വേണ്ടി തിരുവനന്തപുരത്തെ എല്ലാവരും ഉണ്ട്. ഈ ആദരവ് ഇന്നിവിടെ ഈ ശങ്കരസ്മൃതി ദിനത്തിൽ ഹിന്ദു ധർമ്മ പരിഷത്ത് നൽകിയ ഈ ആദരവ് ഈ വലിയൊരു വികസന പദ്ധതിക്ക് അനുകൂലമായിട്ട് ജീവൻ പണയം വെച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ രംഗത്തിറങ്ങിയിട്ടാണ് ആ സമരം നയിച്ചത്. ആ സമരത്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമായിട്ട് തിരുവനന്തപുരം പൗരാവലിയുടെ അംഗീകാരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ശ്രീറാം. പ്രസിദ്ധ നാടകാചാര്യൻ ശ്രീ കുര്യാത്തി പരമേശ്വരൻ ആശംസകൾ അറിയിക്കും. വേദിയിലെ സംപൂജ്യരെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, ഭഗവാൻ ശങ്കരൻ്റെ ഈ സ്മൃതി ദിനത്തിൽ ഞാൻ സ്വാമിജി അടക്കം രാമപിള്ളച്ചേട്ടനടക്കം ബാക്കിയുള്ളവരൊക്കെ ഭഗവാൻ ശങ്കരനെക്കുറിച്ച് പറഞ്ഞത് കേട്ട നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്തെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആ മഹാനുഭാവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വിവരക്കേടായി തോന്നും എന്ന് കരുതി ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. എനിക്ക് ഈ സ്വീകരണം തരുമ്പോൾ, ആദരവ് തരുമ്പോൾ വായിച്ചതനുസരിച്ച് പറയുന്നു, ഞാൻ ഒരു 143 നാടകങ്ങൾ എഴുതിയെങ്കിലും അതിൽ ഒരു 15ഓളം നാടകങ്ങൾ ഭാരതത്തെക്കുറിച്ചും ഹിന്ദുവിനെക്കുറിച്ചുമായിരുന്നു. ആർക്കും ധൈര്യം വരാത്തൊരു കാലഘട്ടത്തിൽ, പലർക്കും ഇവിടെ സദസ്സിലുള്ള പലർക്കും അറിയാം, രാമപിള്ളച്ചേട്ടൻ മറന്നുപോയെന്നറിയില്ല, 33 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം കാർത്തിക തിരുനാൾ തിയേറ്ററിൽ രാമപിള്ളച്ചേട്ടൻ 5 വർഷങ്ങളിലായി എൻ്റെ 5 നാടകങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അത് 5-ൽ പ്രധാനമായിട്ട് ആദ്യത്തെ നാടകം അഖിലസാരം എന്ന് പറയുന്ന നാടകം കാശ്മീർ ഭാരതത്തിൻ്റെ കണ്ണാണ് എന്ന് പറയുന്ന നാടകമാണ്. ആ സദസ്സിലും ഉദ്ഘാടകനായി രാമപിള്ളച്ചേട്ടനുണ്ടായിരുന്നു. കർമ്മസേവ നടക്കുമ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ അയോധ്യ രാമൻ പിറന്ന മണ്ണാണെന്നും അത് ഞങ്ങളുടെ അവകാശ പത്രികയാണെന്നും പറഞ്ഞ്
ഒരു നാടകം തിരുവനന്തപുരം കാർത്തിക തിരുനാൾ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. അത് ഉദ്ഘാടനം ചെയ്തത് ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത നമ്മുടെ ഹിന്ദുവിൻ്റെ നഷ്ടമായ നമ്മുടെ സത്യാനന്ദ സരസ്വതി സ്വാമി തിരുവടികളാണ്. അദ്ദേഹത്തോടൊപ്പവും രാമപിള്ളച്ചേട്ടൻ ആ വേദിയിലുണ്ടായിരുന്നു. അങ്ങനെ 5 നാടകങ്ങൾ, പിന്നെ അഖിലസാരം, അതുപോലെ തന്നെ ലോകാസമസ്ത സുഖിനോ ഭവന്തു, ഹിന്ദു എന്താണ്, ഹിന്ദു ധർമ്മം എന്താണ്, അതും തിരുവനന്തപുരം കാർത്തിക തിരുനാൾ തിയേറ്ററിൽ തന്നെ. ഇത് ഞാൻ പറയാൻ കാരണം രാമപിള്ളച്ചേട്ടൻ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഞാൻ സ്വാമി വിവേകാനന്ദന് ശേഷം ഭാരതം കണ്ട, ഭാരതത്തിന് വേണ്ടി ജീവിക്കുന്ന, അനുനിമിഷം ഭാരതത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മഹാനുഭാവൻ നമ്മുടെ പ്രധാനമന്ത്രിയായുണ്ട്, മോദിജി. അദ്ദേഹത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദനെയും മോദിജിയും കുറിച്ച് രണ്ടുപേരെയും ചേർത്ത് ഒരു നാടകം എഴുതി പൂർത്തിയാക്കുന്നു. പ്രധാനമായി ഞാൻ ബഹുമാന്യനായ ചെങ്കൽ രാജശേഖരൻ നായർ ഇരിക്കുമ്പോൾ എന്ന സദസ്സായതുകൊണ്ട് ആ നാടകം രംഗത്ത് അവതരിപ്പിക്കണം. നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ഇപ്പോൾ ഞാൻ 2 ചെറിയ നാടകങ്ങൾ, അതായത് പിന്നെ രാജീവ് ചന്ദ്രശേഖർജിക്ക് വേണ്ടി നമ്മുടെ മന്ത്രി മുരളീധരൻ അവർക്ക് വേണ്ടിയും ആറ്റിങ്ങൾക്ക് വേണ്ടി 2 തെരുവ് നാടകങ്ങൾ ചെയ്തിരുന്നു. രാജീവ് ചന്ദ്രശേഖർജിക്ക് വേണ്ടി ഒരു ഗാനം എഴുതി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ പല ആളുകളും രാഷ്ട്രീയത്തിൽ തന്നെ BJP-യിൽ അന്ന് മാരാർജി ജീവിച്ചിരുന്ന കാലത്ത് രാമപിള്ളച്ചേട്ടൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു KPSC പോലെ നമുക്ക് കേരളത്തിൽ മലയാളത്തിൽ ഒരു പ്രൊഫഷണൽ നാടക സംഘം വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതും നമ്മുടെ നഷ്ടമാണ്, വലിയ നഷ്ടം. അപ്പം അതിന് കുറച്ചുകൂടി ഇപ്പോൾ ഗോപാൽജിയുടെ സദസ്സിലുണ്ട്. അദ്ദേഹമാണ് ഇത്തരത്തിലൊരു ചടങ്ങിന് ഞാൻ ഭാഗവാക്കാകുന്നതിന് വേണ്ടി കാരണക്കാരനായത്. അതുകൊണ്ട് പറയുന്നു, ഈ നാടകം പുറത്തിറങ്ങുന്നതിന് വേണ്ടി എല്ലാവരുടെയും, എല്ലാ ഹിന്ദു സംഘടനകളുടെയും, അതുപോലെ പ്രത്യേകിച്ചും വിശിഷ്ട രാജശേഖരൻ നായരുടെയും സഹായമുണ്ടാവണം. ഈ നാടകം കേരളത്തിലുടനീളം അവതരിപ്പിക്കണം. അതിനു വേണ്ടുന്ന സഹായം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഈ ദിനത്തിൽ, ശങ്കരദിനത്തിൽ, ഭഗവാന്റെ ഈ ദിനത്തിൽ എനിക്ക് ഈ വേദിയിൽ വളരെ വലുതെന്ന് പറഞ്ഞാൽ മഹത്തരമായ, ഞാൻ 600ഓളം അവാർഡുകൾ പല വിധത്തിൽ സർക്കാരിൻ്റെയും അല്ലാതെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും മഹത്തരമായ ഒരു പാരിതോഷികം, ഒരു സ്വീകരണം, ആദരവ് ഇതിനുമുമ്പ് എനിക്ക് ലഭിച്ചിട്ടില്ല. അതിന് ഭാഗ്യമുണ്ടായതിന് എല്ലാവരോടും നന്ദി പറയുന്നു, ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഹിന്ദുധർമ്മ പരിഷത്തിനും ഗോപാൽജിക്കും, അതുപോലെ തന്നെ എൻ്റെ പ്രിയ സഹോദരൻ ആര്യനാട് സൂതൻ തുടങ്ങുന്ന മുഴുവൻ ആളുകളോടും എൻ്റെ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഈ നാടകത്തിനുണ്ടാകണം. ഇത് ഹിന്ദുവിൻ്റെ മാത്രം ആവശ്യമല്ല, രാജ്യത്തിൻ്റെ ആവശ്യമാണ്. രാജ്യത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഘം കേരളത്തിൽ, ഈ ഭഗവാനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഓടിക്കളഞ്ഞു എന്ന് തോന്നുന്നത് ഇങ്ങനെ ഒരു ഭരണം ഇപ്പോൾ നടക്കുന്നത് കൊണ്ടാണെന്ന് അദ്ദേഹം മുമ്പേ കണ്ടിരിക്കും. അതുകൊണ്ടാണ് അന്ന് അദ്ദേഹം പോയി 4 വലിയ സ്ഥലങ്ങളിൽ 4 ആശ്രമങ്ങൾ സ്ഥാപിച്ചത്. കേരളം അത്ര നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് അതിനെയൊക്കെ നമ്മൾ വില മതിച്ചുകൊണ്ട് പിന്നെ ആണ് ഈ നാടകം വരുന്നത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മഴയുടെ രാഗം പോലെ തെരുവിലുറങ്ങുന്നവൻ്റെ, ഭക്ഷണം കഴിക്കാനില്ലാത്തവരുടെ, ആരോരുമില്ലാത്തവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി കണ്ട് സ്വന്തം വരുമാനത്തിൽ നിന്ന് തന്നെ പണം കണ്ടെത്തി അത്തരത്തിൽ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന മാതൃകയായ അഭിനേത്രി കൂടിയായിട്ടുള്ള ശ്രീമതി സോണിയ മൽഹർ നമ്മളോട് ആശംസകൾ നേർന്ന് സംസാരിക്കുന്നു. ഹര ഹര ശങ്കര, നമോ നമഃ. ഒരുപാട് ധന്യമായ മുഹൂർത്തമാണ്. ഇത്രയും
വലിയ ആളുകളുടെ മുന്നിൽ ഇരിക്കുവാൻ സാധിച്ചതിൽ ഭഗവാനോട് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഗോപാൽജിയും ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇവിടെ മഹാന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കാണും. അതുകൊണ്ട് സർവജ്ഞപീഠം കയറിയ കാലടിയിൽ നിന്നുള്ള നമ്മുടെ നാട്ടിൽ ജനിച്ച സർവ വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവവും മനുഷ്യനും രണ്ടല്ല ഒന്നാണെന്ന് പഠിപ്പിച്ച ആ ഗുരുവിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്ക് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. എന്തായാലും ഇത്രയും വലിയൊരു സദസ്സിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ മഹാഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടാണ് പോയത്. കാലടിയിൽ നിന്ന് കേദാർനാഥിലേക്ക് മറഞ്ഞ 32 വയസ്സ് മാത്രം പ്രായമുള്ള ആ വ്യക്തിയെ നമ്മൾ ഇന്ന് ഓർക്കണമെങ്കിൽ അത്രത്തോളം അറിവും പാണ്ഡിത്യവും സന്ദേശങ്ങളും നമ്മുടെ നാടിന് നൽകിയെന്നുള്ളതാണ്. അപ്പോൾ പ്രായത്തിൽ കവിഞ്ഞ അറിവും ബോധവുമുള്ള അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തികൾ ഇനി ജനിക്കുമോ എന്നറിയില്ല. അത്രത്തോളം മലയാളികൾ എന്നും മനസ്സിൽ ചേർത്ത് വയ്ക്കേണ്ട ആളുകൾ. പക്ഷേ എപ്പോഴും നമ്മളുടെ സ്റ്റേറ്റിന് പുറത്തുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും കാലടിയിൽ നമുക്ക് ആ കാൽപ്പാടുകൾ പിന്തുടരാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം എന്നാണ്. അപ്പോൾ ആ ദൈവത്തെ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഒരാളുടെ നേരെയും കത്തി ഉയർത്തില്ല. ഒരാളെയും കൊല്ലാൻ, ഒരാളെ റേപ്പ് ചെയ്യാൻ, ഒരാളെയും ബോംബിട്ട് കൊല്ലാൻ നമ്മളും നമ്മളെ മക്കളും ആ ഒരു വഴിയിലേക്ക് പോവില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ്, നമുക്കുള്ളിൽ തന്നെയാണ് ദൈവമെന്ന് പഠിപ്പിക്കുകയും എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുവാൻ കഴിയുകയും ചെയ്യുന്ന വ്യക്തികളായി മാറുവാനാണ് ഗുരു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ അറിവിലൂടെ മാത്രം നമുക്ക് സഞ്ചരിക്കാമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എളിയ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് പരിഭൂതമായ കൈപ്പള്ളി മനയിലെ തുടർച്ചക്കാരൻ ശ്രീ രാമൻ ഭട്ടതിരിപ്പാട് ചെറിയ വാക്കുകൾ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ എത്തിച്ചേർന്ന് തന്നെ തീരെ സുഖമില്ല, പനിയൊക്കെയായിരുന്നു. എന്നാലും നമ്മൾ എത്താമെന്ന് പറഞ്ഞാൽ എത്തണം. അതാണ് നമ്മളൊരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ വരണ വഴിക്ക് ആലപ്പുഴ ഹോസ്പിറ്റലൊക്കെ പോയിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിച്ചാൽ മാത്രമേ നമ്മൾ മുന്നോട്ടൊരു ജീവിതം നമുക്കുണ്ടാവുള്ളൂ. ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ സുദാമാവിനോട് പറഞ്ഞതാണ്, ഗുരുവായൂരപ്പൻ പറഞ്ഞതാണ്. ഗുരുവിൻ്റെ അനുഗ്രഹമല്ലാതെ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവില്ല സുദാമാവെ. അപ്പോൾ ഭഗവാനാണ് പറയണത്, സർവചരാചരങ്ങളുടെയും ഗുരുവായി വർത്തിക്കുന്ന ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പനാണ് സുദാമാവിനോട് പറഞ്ഞത്, ഞാൻ സാന്ദീപനിയുടെ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ നിലയ്ക്ക് എത്തിച്ചേർന്നതെന്ന്. കാരണം എന്തിനാ? അദ്ദേഹത്തിന് വേണ്ട അല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. പ്യൂണായിട്ട് പോയി അല്ലേ, ചമ്മട്ടി ഏന്തിയിട്ട് കുതിരക്കാരനായിട്ട് പോയി. നമ്മളൊക്കെ പോകുമെന്ന് ആലോചിച്ചാൽ മതി. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞൊന്ന് അടിച്ചു വരൂ തിരുമേനി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കേട്ടുവന്നിരിക്കില്ല. അതാണ് നമ്മൾ. ഈശ്വരൻ അറിയണം. ആ ഈശ്വരനെ അറിയണമെങ്കിൽ ഗുരുവിനെ അറിയണം. അപ്പം ആദ്യം ആ ആദിശങ്കരൻ തൻ്റെ ഏറ്റവും വലിയ ഫസ്റ്റ് ഗുരു അച്ഛനാണെന്നാണ് എഴുതി തീർത്തത്. പിന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അച്ഛനല്ല, അമ്മയാണ് ആദ്യ ഗുരു. അപ്പോൾ ആ അമ്മയെ സ്മരിക്കുക, അച്ഛനെ സ്മരിക്കുക, പിന്നീട് ഗുരുവിനെ, ജ്ഞാനം പകർന്നു തരുന്ന ആ ഗുരുവിനെ സ്മരിക്കുക, പിന്നീടാണ് ഈശ്വരൻ്റെ സ്ഥാനം. ആ ഈശ്വരൻ അത്രയേ ഉള്ളൂ. നമുക്കെല്ലാം കഥയിൽ കൂടെയാണ് പറഞ്ഞു തന്നേക്കുന്നത്. സർവവും ഗണപതി ആയാലും അല്ലേ, നമ്മൾ കണ്ടതാണ്. ഗണപതി മിത്താണ്, ഓപ്പറേഷൻ ചെയ്തു. അദ്ദേഹത്തിനൊന്നും ഒരു മഹാദേവനും തൻ്റെ ഉണ്ണിയെ കൊല്ലില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, അങ്ങനെ കൊല്ലാൻ? ഇത്രയും ജ്ഞാനമൂർത്തിയായിട്ടുള്ള മഹാദേവൻ തൻ്റെ ഉണ്ണിയെ എങ്ങനെ കൊല്ലും? വെൻ ഹി ഗോട്ട് ദ എലിഫന്റ് ഫേസ് വി നോസ് ഹിം. അത്രയേ ഉള്ളൂ. നമുക്ക് എപ്പോഴാണോ ഗജമുഖനാക്കി മാറ്റിയത് അപ്പോഴാണ് ഗണപതി. നമ്മുടെ സംസ്കാരം അതാണ്. നമ്മുടെ സംസ്കാരം അറിയാതെ കണ്ട് നമ്മൾ മറ്റു സംസ്കാരങ്ങളിലെ അല്ലേ, ബൈബിളാണ് ഖുറാനാണെന്നറിയാം. ഞാൻ പലയിടത്തും ചോദിക്കാറുണ്ട്, രാമായണമാണ്, ഭാഗവതമാണ്, ഗീതയാണ്, വേദം എന്നത് ആർക്കും കുറച്ച് പേർക്ക് അറിയുള്ളൂ. കാരണം ഞാൻ സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ കൂടെ 15 വർഷക്കാലം സന്തത സഹചാരിയായിട്ടുണ്ടായിരുന്നവനാ.
അനേകം സ്വാമിയുടെ കൂടെ. പിന്നെ സ്വാമി സമാധിയായി പിന്നെ ഞാൻ വേറെ വഴിക്ക് പോയി പുണ്യഭൂമിയൊക്കെ തുടങ്ങി. നമ്മൾ എന്തൊരു നല്ലൊരു പത്രമായിരുന്നു. അതൊക്കെ നിലനിന്നെങ്കിൽ ഹിന്ദുവിനെ എവിടെയോ ചെന്ന് എത്താമായിരുന്നു. അതൊന്നും ആരും നിലനിർത്താൻ ശ്രമിച്ചില്ല. ഒരുപാട് ദുഃഖമുണ്ട് എനിക്കതിലൊക്കെ. നമ്മളൊക്കെ 24 hours അതിൽ പ്രവർത്തിച്ച സ്വാമിജി എപ്പോഴാണോ ഒരു പുണ്യഭൂമി എന്നൊരാശയം ഉടലെടുത്തത് സ്വാമിജിക്ക്, അന്ന് മുതൽ പുണ്യഭൂമി പൂട്ടുന്നവരെ സ്വാമിജിയുടെ കൂടെ നിന്നവനാ. സ്വാമിജി ഒരു മകനാണ് ഞാൻ എന്നാ പറയാറ്. പട്ടേരി ഒരു മകനാണ് എനിക്ക്, മകനെ പോലെയാണെന്നാ പറയാം. അപ്പോൾ ഗുരുവൊരു അനുഗ്രഹം. അപ്പോൾ ആ ഗുരുവിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. ഗുരു ഉണ്ടെങ്കിലേ ഈശ്വരന് നമുക്ക് സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ ആ ഗണപതിയെ ഒക്കെ നമ്മൾ കുറ്റം പറയുമ്പോൾ നമുക്ക് പറയാനറിയണം ഗണപതി ആരാണെന്ന്. ഗണങ്ങളുടെ പതിയായിട്ട് ആരാണോ വർത്തിക്കുന്നത് അതാണ് ഗണപതി, അല്ലാതെ കൊമ്പും തുമ്പിക്കയും ഒക്കെ ഉള്ള ഒരാളൊന്നുമല്ല. വേദത്തിൽ അടിസ്ഥാനമായിട്ട് പറയുമ്പോൾ ഗണപതി എന്ന് പറഞ്ഞാൽ വേദത്തിൽ രൂപമില്ല, അഗ്നിയാണ്. അപ്പോൾ ആ ഗണപതി എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ ആരാണോ സംരക്ഷിക്കുന്നത്, ദാറ്റ് മീൻ ഈശ്വരൻ എന്നാണ്. ഈശ്വരനാണ് ഗണപതി വേദത്തിൽ അർത്ഥം. പിന്നീട് ആ കൈലാസപുത്രനായിട്ട് മഹാഗണപതി വന്നു. കാരണം അച്ഛനും അമ്മയുമാണ് നമ്മുടെ ജഗത പിതരവന്തേ പാർവതീ പരമേശ്വരോ, അല്ലേ? ആ അച്ഛനും ഈ മക്കൾക്ക് എന്താണ് കാട്ടിക്കൊടുക്കുക? നല്ലൊരു വഴിയാണ് കാട്ടിക്കൊടുക്കുക. അതാണ് കൈലാസത്തിൽ കൂടെ മഹാദേവൻ നമുക്ക് സാധിച്ചു തരുന്നത്. അവിടെ ഗജമുഖനായിട്ട് ഗണപതിക്ക് അല്ലേ അസ്ത്രമേത് കൊന്നു എന്തോ ആയിക്കോട്ടെ. പിന്നെ ഇതാ നോക്കൂ, അതിൻ്റെ മുമ്പ് സതീദേവിയുടെ അച്ഛൻ ആരായിരുന്നു? ദക്ഷ പ്രജാപതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആടിൻ്റെ തല കൊടുത്തെ. ഒരു സിംഹത്തിൻ്റെ തല കൊടുക്കേണ്ട ആളാണ്, കൊടുത്തില്ല. ഒരു ആട്ടിൻ തല കൊടുത്തത്. കണ്ട ആട് എന്ന് പറഞ്ഞാൽ കാമത്തിൻ്റെ പ്രതീകമാണ്. എല്ലാം അർത്ഥവത്താണ്. നമ്മുടെ സംസ്കൃതി മുഴുവൻ ഓരോന്നോരോന്ന് എടുത്താൽ അർത്ഥവത്താണ്. നമുക്കറിയില്ല എന്നേ ഉള്ളൂ, അതാണ്. അപ്പോൾ ആ അജമാണ്, അജമത്തെ ഈശ്വരൻ എന്ന് അർത്ഥമുണ്ട്. ഇവിടെ ആടാണ്. ആടിനെ നോക്കിക്കോളൂ, 24 hours കരയും. പിന്നെ ഇതൊന്ന് കടിച്ചാൽ അതൊന്ന് കടിക്കും, പിന്നെ അങ്ങനെ അങ്ങനെ പോവും. ദക്ഷനാണ്, ആഗ്രഹങ്ങളാണ്. ഈശ്വരന് തുല്യനായ ഒരാളായിരുന്നു, ബ്രഹ്മാവിൻ്റെ പുത്രനായിരുന്നു. താനാണ് മഹാദേവൻ എന്ന് വിചാരിച്ചു. നമ്മളും അങ്ങനെയാണ് വിചാരിക്കണം, എന്നെ കൊണ്ടാണ് ഇതൊക്കെ നടക്കണേ എന്ന് നമ്മളും വിചാരിക്കുകയാണ്. അതാണ്. പിന്നെ നോക്കിക്കോളൂ, സതീദേവിയോട് മഹാദേവൻ പറഞ്ഞു പോരത്. പോയി, നഷ്ടപ്പെട്ടു ഭഗവാനെ നഷ്ടപ്പെട്ടു. സീതാദേവി പറഞ്ഞു എൻ്റെ കർത്തവ്യമാണ്. ഇതൊക്കെ കഥയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എൻ്റെ കർത്തവ്യമാണ് ഭർത്താവിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു. ആരാ കൂടെ ഉള്ളത്? സാക്ഷാൽ ഭഗവാനായ രാമനാണ്. ആ രാമനെ വിട്ട് മറ്റൊരു ചിന്ത എപ്പോൾ സീതയ്ക്ക് ഉണ്ടായി, അപ്പോൾ ഭഗവാനെ നഷ്ടപ്പെട്ടു. നോക്കൂ അല്ലേ, സ്വർണത്തിലേക്കുള്ള ആഗ്രഹം. അത് തന്നെയാണ് മഹാദേവൻ നമ്മളോട് പറയണു, നിങ്ങളുടെ ആഗ്രഹങ്ങളെ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുവരൂ, അല്ലെങ്കിൽ ദുഃഖമായിരിക്കും. ഞാൻ കൈലാസവാസിയാണ്, അല്ലേ? പിന്നെ ശ്മശാനവാസിയാണ്. ഭഗവാൻ ഒരിക്കലും ശ്മശാനത്തിലൊന്നും കിടക്കണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ ചിന്താഗതി അതാണ്. കൈലാസം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയാണ്. ഇത്രയും സുന്ദരമായൊരു കാര്യം വേറെ ഇല്ല നമ്മുടെ ജീവിതത്തിൽ. അവിടെ ഒന്നും പോയാൽ മരിച്ചു പോയാൽ അതൊന്നുമില്ല. അപ്പോൾ ആ പ്രകൃതി സുന്ദരമാണ്, കൈലാസം സുന്ദരമാണ്, ശ്മശാനം ദുഃഖമാണ്. അപ്പം നമ്മളും നമ്മുടെ വലിയൊരു സ്ഥാനത്തിരുന്ന് നമ്മൾ കഷ്ടകാലം കൊണ്ട് താഴെക്കടയിൽ വന്ന് അവിടെ ഇരുന്ന് ചിന്തിക്കിയാൽ, ഓ ഞാൻ പണ്ട് 4 മുറി ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, ബംഗ്ലാവ് ഉണ്ടായിരുന്നു, ഡ്രൈവർ ഉണ്ടായിരുന്നു, ആ വീടും ഉള്ള വീടും കൂടി ശ്മശാനമായിട്ട് മാറും എന്ന് മഹാദേവൻ കാട്ടിത്തരുന്നു, ഇല്ലേ? അങ്ങനെയാണ്. പിന്നെ എത്രയൊക്കെ നിങ്ങൾ ശരീരത്തിനോട് ശ്രദ്ധ പുലർത്തിക്കോളൂ, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം തരും നമ്മളായിരിക്കും ഭംഗി കൂടി വരികയാണ്. മഹാദേവൻ പറഞ്ഞു 10% ശ്രദ്ധ ഇതിലേക്ക് കൊടുക്കൂ. ബാക്കി ജ്ഞാനമൂർത്തിയായ ദക്ഷിണാമൂർത്തി സ്വരൂപത്തിലേക്ക് കൊടുത്താൽ ജ്ഞാനമുണ്ടായാൽ എന്തുണ്ടാവില്ല? ഭയമുണ്ടാവില്ല. നിങ്ങൾ ഏത് പുരാണോ പൂജകളോ ഒക്കെ എടുത്ത് വായിച്ചു നോക്കിക്കോളൂ. ഭവഭയഹരം സർവലോകൈകനാഥം. വാട്ട് നെക്സ്റ്റ്? വീടണം. സോ നമ്മൾ പേടിക്കുകയാണ്, അല്ലേ? അതിനാരെ വേണം? കംസനെ പോലെ ഇന്ന് ഇവിടെ ഭരിക്കുന്ന പലരുമുണ്ട്. അവരൊക്കെ പേടിച്ചു മരിക്കുകയാണ്. നിങ്ങൾ സംശയിക്കണ്ട. അവരുള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും പേടിയാണ്. പ്രഹ്ലാദനെ പോലെ ആകൂ, ധ്രുവനെ പോലെ ആകൂ, സുദാമാവിനെ പോലെ ആകൂ. പേടിക്കണ്ട. നാളെ നമ്മൾ മരിക്കുന്നത് സത്യമാണ്. ഇന്ന് എന്തിനു പേടിക്കണേ? ഭഗവാനുണ്ട് നമ്മളെ നയിക്കാൻ. പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് ആ മഹാദേവൻ പഠിപ്പിക്കുന്നു. അവിടെ നമ്മുടെ പാർവതീദേവി കടന്നു വരുന്നു. ആ പാർവതീദേവിയെ പലരും മുടക്കാൻ നോക്കി. നമ്മൾ ഒരു പൂജയൊക്കെ ചെയ്യുമ്പോഴേ പലരും മുടക്കാൻ നോക്കും, അല്ലേ? സിനിമയ്ക്ക് പോവാം, മാളിൽ പോവാം, എന്തിനെത്ര കാശ് കൊടുത്ത് പൂജ. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഡ്യൂട്ടിയാണ് സംസ്കാരം നിലനിർത്തുക എന്നുള്ളത്
ഡ്യൂട്ടിയാണ്. അല്ലാണ്ട് ഭഗവാൻ ഒരു പൂജ കഴിഞ്ഞാലും ക്ഷയിക്കാണ്ടൊന്നും തരാൻ പോകുന്നില്ല. നമ്മുടെ വിശ്വാസമാണ് ഭഗവാൻ, നമ്മുടെ ആത്മാവാണ് ഭഗവാൻ. ആ ഭഗവാനെ പൂജിക്കേണ്ടത് നമ്മുടെ കർമ്മമാണ്. അപ്പോൾ അങ്ങനെ പോവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. അവിടെയാണ് ഈ ഗണപതി പറയണത്. നോക്കൂ, ഗജം എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ഗണപതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ഗണപതിക്ക് ഇന്ന് മയിൽ വാഹനം കൊടുത്താൽ പോരെ? കൊടുത്തില്ല. ആരാ? മൂഷികനാണ്. നാശമാകുന്ന വാഹനത്തിൻ്റെ പുറത്ത് ബുദ്ധിയാകുന്ന ഗണപതി ഇരുന്നാൽ നാശം കനോട്ട് ഡു നത്തിങ്. അതാണ് തിങ്ക് വൈസ് ആൻഡ് പ്രൊസീഡ്. ഗണപതി പഠിപ്പിക്കുകയാണ് നമ്മളെ. അച്ഛനും അമ്മയുമാണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സുഖ സൗകര്യങ്ങളിലെക്കാളിലും സ്ഥാനമാനങ്ങൾ എന്നൊരു മാമ്പഴത്തിൻ്റെ കഥയിലൂടെ പഠിപ്പിക്കുന്നു. എത്ര വലിയ പണക്കാരനാണെങ്കിലും ഒരു പ്രാതലുണ്ണാൻ പോയുള്ളൂ, തകിടുകൂടി ഭസ്മമായി. അപ്പോൾ അങ്ങനെയുള്ള കൈലാസം എന്ന കുടുംബം കാട്ടിത്തന്നുകൊണ്ട് ഇത്രയും കൈലാസത്തെ പറ്റി പറഞ്ഞ് ആദിശങ്കരനെ പറ്റി പറയുമ്പോൾ കൈലാസത്തെ പറ്റി പറയാണ്ട് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ആ കൈലാസം നമ്മളെല്ലാം സിംബോളിക്കാണ്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അത് പിന്തുടരാൻ ശ്രമിക്കുക. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ അർത്ഥവത്തായ വചനങ്ങളെ കൊണ്ട് മറുപടി കൊടുക്കുക. ഇവിടെ വരെത്താനും ഈ ആദിശങ്കരൻ്റെ ആ തൃപാദ സ്മരണയിൽ പങ്കെടുക്കാൻ സാധിച്ചതിനും എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. ആസ്താം താപതീയം പ്രസൂതി സമയം ദുർവാര ശൂലവ്യഥ നൈരുച്യം തനിശോഷണം മലമയീ ശയ്യാജ സാംവത്സരി ഏകസ്യാപിന്ന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ ധാതും നിഷ്കൃതി ഉന്നതോപി തനയ തസ്യൈ ജനന്യേ നമഃ. എല്ലാ ആ അമ്മയാണ്. മാതൃത്വത്തെ വന്ദിക്കുന്നു, ആ ഗുരുവിനെ വന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. ധന്യമായ ഈ വേദിക്ക് നന്ദി അറിയിക്കാൻ സരിൻ ശിവനെ ക്ഷണിക്കുന്നു. നമസ്തേ. ഈ പരിപാടിയുടെ നന്ദി അറിയിക്കുകയാണ് എൻ്റെ കർത്തവ്യം. അതിനുമുമ്പ് ഒരു വാക്ക്. പി പരമേശ്വരജിയുടെ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ ഈ ഹാളിന് പുറത്ത് വച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ വാങ്ങുക. അത് ഈ പരിപാടിയുടെ കൃതജ്ഞത ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ ചെങ്കൽ എസ് രാജശേഖരൻ നായർ അവർക്ക് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി മല്ലിക സുകുമാരൻ അവർക്ക് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നല്ല രീതിയിൽ ഒരു അനുഗ്രഹ പ്രഭാഷണം. ഇന്നത്തെ ദിവസം ഒരു ഗോൾഡൻ ചാൻസായി ആണ് ഇവിടെ നിന്ന് പലരും ഇറങ്ങിപ്പോയത്. ശ്രീ ശങ്കര സ്മൃതിയോടനുബന്ധിച്ച് ഇനിയും ഒത്തിരി പരിപാടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് കുറച്ചു മുമ്പ് ഈ വേദി വിട്ട് ഇറങ്ങിയവർ പറയുന്നുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഹരിഹരാനന്ദ സ്വാമി ബോധാനന്ദാശ്രമം അവർക്ക് ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ മുഖ്യ അതിഥിയായി എത്തിയ ശ്രീ ശങ്കരജയന്തി അനുസ്മരണ പ്രഭാഷണം നടത്തിയ ശ്രീ കെ രാമൻപിള്ള സാർ അവർക്കും ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശങ്കര സ്മൃതിയെപ്പറ്റി ഒരു നല്ല രീതിയിലൊരു പ്രഭാഷണം നടത്തിയ സ്വാമി രാജവൈദ്യ മോഹൻലാൽ അവർക്ക് ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആശംസ അറിയിച്ച ശ്രീ ചലച്ചിത്ര പ്രവർത്തകനായ ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ പ്രവർത്തകനുമായ ശ്രീ ആര്യനാട് സുഗതൻ അവർക്കും ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ചലച്ചിത്ര പ്രവർത്തകയും നിരവധി പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് പ്രവർത്തിക്കുന്ന
ശ്രീമതി സോണിയ മൽഹാർ അവർക്കും ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ പേരിൽ ഹാർദവമായി നന്ദി രേഖപ്പെടുത്തുന്നു. വിഴിഞ്ഞ സമരനായകൻ, ഞങ്ങളോടൊപ്പം പല വേദികളിലും പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ശ്രീ വെങ്ങാനൂർ ഗോപകുമാർ അവർക്കും ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നാടകകൃത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഭാഗം കൃത്യമായി പാലിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ കുര്യാത്തി പരമേശ്വരൻ സാർ അവർക്ക് ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ നല്ല രീതിയിൽ അവസാനമായി ഒരു പ്രഭാഷണം കാഴ്ചവെച്ച ശ്രീ ഭട്ടതിരിജി അവർക്കും ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയവർക്കും ആദരിച്ചവർക്കും ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മലയാളം ന്യൂസ് നെറ്റ്വർക്ക് അവരുടെ പ്രവർത്തനങ്ങളാണ് ഇന്നിവിടെ ഏകദേശങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇതിനൊരു സപ്പോർട്ട് തന്നത്. അവരുടെ ഓരോ പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾക്കും മീഡിയ അംഗങ്ങൾക്കും ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സ്വാഗതം ആശംസിച്ച ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ ട്രഷറായ ശ്രീ AKN അരുൺ അവർക്ക് ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു ഈശ്വര പ്രാർത്ഥന ആലപിച്ച ശ്രീമതി പ്രമീള മോഹൻലാൽ അമ്മയ്ക്കും സഹോദരിക്കും ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി ഇവിടെ ഇന്ന് പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നമസ്കാരം.